യാമങ്ങൾ എന്ന വിഷയത്തിൽ നിന്നാണ് ദൈവകൃപയാൽ ഇന്ന് തുടർന്നുള്ള ചില സെഷനുകളിൽ നാം ഒരുമിച്ച് കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. നമുക്ക് തിരക്കില്ല, അതുകൊണ്ട് ഡീറ്റെയിലായി ചില ഏരിയകൾ ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകരുവാൻ, നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് ലാമെന്റേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 19. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. വിലാപങ്ങൾ 2:19 ഒരുമിച്ച് വായിച്ചാട്ടെ. രാത്രിയിൽ യാമാരത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തരക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. വിലാപങ്ങൾ അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ, തലക്കെട്ട് പോലെ തന്നെ, കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്ന യിരെമ്യാവ് ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി വിലപിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. എത്ര അധ്യായമാണ്? 5 അധ്യായം മാത്രമേ ഉള്ളൂ. പ്രവാചകൻ്റെ ഒരു വിലാപമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രൊഫറ്റിക് ഓഫീസിൽ, ആ പ്രവചനത്തിൻ്റെ ശുശ്രൂഷയിൽ യിരെമ്യാവിനെ ദൈവമായ കർത്താവ് ആക്കി വച്ചിരിക്കുമ്പോൾ, സ്തോത്രം, രാജ്യങ്ങൾക്ക് പ്രവാചകനായിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. യഹൂദ ജനത്തിന് മാത്രമല്ല, രാജ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ ഗർഭം മുതലേ തിരഞ്ഞെടുത്ത് വിശുദ്ധമായി വേർതിരിച്ചു എന്നാണ് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. മറ്റൊരു പ്രവാചകൻ്റെ കാർബൺ കോപ്പി അല്ല വേറെ ഒരു പ്രവാചകനും. സഖറിയാവ് യെശയ്യാവിൻ്റെ കാർബൺ കോപ്പിയല്ല, സ്തോത്രം. അതുപോലെ ഹഗായിയുടെ കാർബൺ കോപ്പിയല്ല യിരെമ്യാവ്. ഓരോ പ്രവാചകന്മാർക്ക് അവരുടേതായ വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ ദൂതുമുണ്ടായിരുന്നു. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. നിങ്ങളെ ദൈവം സിറോസ്കോപ്പി മെഷീനിൽ നിന്നല്ല കണ്ടിരിക്കുന്നത്. സ്തോത്രം. അതെ, വ്യത്യസ്തമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് ദൈവകൃപയാൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും ഒരിക്കലും കാർബൺ കോപ്പി ആകല്ല, അങ്ങനെയല്ല. പക്ഷേ സ്തോത്രം, അത് വ്യത്യസ്തമായിട്ടാണ്. ശൈശവ പ്രായങ്ങളിൽ പലപ്പോഴും അമ്മ നടക്കുന്നത് പോലെ, അപ്പൻ സംസാരിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങും, നടന്നു തുടങ്ങും. അതവിടെ ശൈശവ പ്രായത്തിലെ ഒരു സ്വഭാവമാണ്. നമ്മളിങ്ങനെ പാടാറുണ്ട്, ശൈശവ പ്രായ വീഴ്ചകൾ. സ്തോത്രം. അതെ. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, അതിൻ്റെ പക്വതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അപ്പനെ പോലെ അമ്മയെ പോലെ DNA RNA അങ്ങനെയൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായ ശൈലിയായിരിക്കും കുഞ്ഞുങ്ങൾ വളരുന്നത് പോലെ. ദൈവകൃപയാൽ ആദ്യം പ്രസംഗിച്ചും ശുശ്രൂഷിച്ചും സാക്ഷി പറഞ്ഞും ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആരോഗ്യമോ സ്വാധീനിച്ചെങ്കിൽ അവരെ പോലെ പലരുമായിരിക്കും. പക്ഷെ പിന്നത്തേതിൽ ദൈവം അവരെ സൃഷ്ടിച്ചതുപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായി ദൈവകൃപയാൽ അവർ ആയിരിക്കും. അങ്ങനെ യിരെമ്യാവിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ യെശയ്യാവിനെ പോലെയോ എസെക്കിയേലിനെ പോലെയോ വ്യത്യസ്തനായിരുന്നു. യിരെമ്യാവിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു കാര്യമായിരുന്നു, കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ആരാണ്? ഹീസ് ദ പ്രോഫറ്റ് ഓഫ് ടിയേഴ്സ്, അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ പ്രവാചകൻ. യിരെമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. യിരെമ്യാവ് കരഞ്ഞത് അവന് വേണ്ടിയല്ല, യിരെമ്യാവ് കരഞ്ഞത് അവന് വേണ്ടിയല്ല. ക്രൈസ്റ്റ് സെൻ്റർ കേൾക്കണം, നിങ്ങൾ കരയേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സെൽഫിഷായി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഇരട്ടിയായ നന്മയുണ്ടായി. പലപ്പോഴും സഭ ജീവിക്കുന്നത് സ്വയം സ്നേഹികളായിട്ടാണ്. സ്വസ്നേഹികൾ, ഞാൻ വലുതാകണം, എനിക്കേതാണ്ട് കിട്ടണം. നോ, സെൽഫിഷ്നെസ് ഒരിക്കലും ആത്മാവിൻ്റെ ഫലമല്ല. ഒരിക്കലും ആത്മീയന് സ്വാർത്ഥനാകാൻ കഴിയത്തില്ല. ഒരിക്കലും ആത്മീയന് ആരാകാൻ കഴിയത്തില്ല, സ്വാർത്ഥനാകാൻ കഴിയത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ആർക്ക് വേണ്ടി? എനിക്ക് ചത്താനല്ല ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നത് ദൈവസഭയുടെ അനുഗ്രഹത്തിനും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും. ഓർഡറിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവജനത്തിനും വേണ്ടി ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ഈ ലാംഗ്വേജ് ഈ തലമുറയിൽ ഒരിക്കലും സ്തോത്രം മനസ്സിലാക്കത്തില്ല. ജനം ജീവിക്കുന്നത്, ശുശ്രൂഷകൻ എന്ന് പറയുന്ന സോക്കോൾഡ് ആൾക്കാർ തന്നെ ജീവിക്കുന്നത് സ്വയത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സ്വയത്തിന് വേണ്ടിയല്ല. യിരെമ്യാവ് കരഞ്ഞത് അവന് വേണ്ടിയല്ല. എനിക്ക് കുറച്ചുകൂടെ പേര് കിട്ടണം, എനിക്ക് കുറച്ചുകൂടെ സ്വാധീനമുണ്ടാകണം, എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ശുശ്രൂഷ വർദ്ധിക്കണം. പലരും അതാണല്ലോ ചിന്തിക്കുന്നത്. എൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെതാണ് ശുശ്രൂഷ, കർത്താവിൻ്റെതാണ് സഭ. സ്തോത്രം. നീ ഒരു ചാനലായി മാത്രം നിൽക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ യിരെമ്യാവ് കരഞ്ഞത്, യിരെമ്യാവ് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയല്ല, തൻ്റെ പേരിന് വേണ്ടിയല്ല, പകരം ദൈവത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്.
സ്തോത്രം. അങ്ങനെ ഇരമ്യാവ് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കരഞ്ഞതാ കണ്ണുനീരോടെ വിരാമങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുകയാണ്. സ്തോത്രം. യാമം എന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ വാച്ചസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വാച്ച് അഥവാ വാച്ചസ് എന്നാണ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. നോക്കിയാൽ രണ്ടാമത്തെ ലൈനിൽ വാച്ചസ്, അത് ഈ കെട്ടിയിരിക്കുന്ന വാച്ചല്ല, വാച്ചസ് പകരം സ്തോത്രം അതെ യാമ ആരംഭത്തിൽ, അത് സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേ ബി സ്തോത്രം വാച്ച് എന്ന പദം തന്നെ ഒരുപക്ഷെ ഉളവായത് അതുകൊണ്ടായിരിക്കാം സ്തോത്രം വാച്ചസ്. അപ്പോൾ വാച്ച് ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, വാച്ച് യാമം എന്ന പദമുണ്ടെങ്കിൽ ആരുണ്ടായിരിക്കും? വാച്ച്മാൻ ഉണ്ടായിരിക്കും. വാച്ച് ഉണ്ടെങ്കിൽ വാച്ച്മാൻ ഉണ്ടായിരിക്കും. അർത്ഥം സ്തോത്രം യാമമുണ്ടെങ്കിൽ കാവൽക്കാരുണ്ടായിരിക്കും. യാമമുണ്ടെങ്കിൽ കാവൽക്കാരുണ്ടായിരിക്കും. ഈ യെരുശലേം പട്ടണത്തിന് കാവൽക്കാർ ഉണ്ടായിരുന്നു. യെരുശലേം പട്ടണത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിശദീകരിച്ച് കേൾക്കും. 12 വാതിലുകൾ ഉണ്ടായിരുന്നു. സോ ആ 12 വാതിലുകൾ ആരുണ്ടായിരുന്നു? കാവൽക്കാരുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇന്നും സഭയിൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ദൈവം നിറച്ച് നിർത്തിയിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഈ കാലഘട്ടത്തിൽ സ്തോത്രം ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ കാവൽക്കാരാണ്. കാവൽക്കാരാണ്. സ്തോത്രം, കാവൽക്കാരാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം, സ്തോത്രം അതെ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ. ദൈവം മിണ്ടിയില്ല, ദൈവം അതിന് ഉത്തരം പറഞ്ഞില്ല. ആരാണ് ചോദിച്ചത്? സ്തോത്രം അതെ കയീനാണ് ചോദിച്ചത്. ഇന്നും ആരോ ചോദിക്കുന്നു, ഞാൻ ഈ അവരെയൊക്കെ കാവൽക്കാരാണോ, ഞാൻ അവരുടെയൊക്കെ കാവൽക്കാരാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഹാബേലിൻ്റെ കൂട്ടരല്ല, നിങ്ങൾ കയീൻ്റെ കൂട്ടരാണ്. എന്താ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. ഞാൻ അവരുടെ കാവൽക്കാരനോ? ദൈവം മിണ്ടിയില്ല. പക്ഷേ തുടർന്ന് വേദപുസ്തകത്തെ നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് പരസ്പരം സ്തോത്രം ദൈവകൃപയാൽ അതെ നമ്മൾ കാവൽക്കാർ തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ എന്ത് സംഭവിക്കുമ്പോൾ, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയായി ഇങ്ങനെയായി എന്ന് വിധിക്കാനും അത് നാട്ടിൽ പാട്ടാക്കാനും അതിനെ പ്രഘോഷിക്കാനും അതിനെ ആഘോഷിക്കാനും ദൈവം വിളിച്ചിട്ടില്ല. പകരം സ്തോത്രം അതെ ശത്രു നാനാവശത്തു നിന്നും ആക്രമിക്കുമ്പോൾ പരിച പിടിച്ച് അവനെ സൂക്ഷിക്കാൻ, അവനെ സംരക്ഷിപ്പാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ സ്വഭാവമില്ലാത്ത ജനമാണ് കൂടി വരുന്നതെങ്കിൽ സഭയല്ല, സഭ ക്ലബ്ബാണ്. സഭ സൺഡേ ക്ലബ്ബല്ല. ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തിലാണ് ദൈവസഭ ജീവിക്കുന്നതെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു ബിസിനസ്സിന്, ഒരു ദൈവദാസിന് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപയാൽ സ്തോത്രം അതേ ശത്രുവിന് അവനെ വിട്ടുകൊടുക്കാതെ വണ്ണം, അവളെ വിട്ടുകൊടുക്കാതെ വണ്ണം പരസ്പരം വേലി കെട്ടി സംരക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഓരോ വിശ്വാസിക്കുണ്ട്. കാരണം നമ്മിൽ ചലിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ, ദൈവസ്നേഹത്തിൻ്റെ ആത്മാവാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ പരസ്പരം കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം അതെ സംരക്ഷിക്കുന്നവരാണ്. ശത്രുവിന് മുമ്പിൽ എടുത്തെറിയുന്നവരല്ല, നാട്ടുകാരുടെ മുമ്പിൽ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇരുന്ന് തേജോപതം ചെയ്യുന്നവരല്ല. പകരം ദൈവകൃപയാൽ സ്തോത്രം അതെ കവർ ചെയ്യുന്നവരാണ്. പരസ്പരം കെയർ ചെയ്ത് കവർ ചെയ്യുന്നവരാണ്. 2 പദം, പരസ്പരം കെയർ ചെയ്ത് കവർ ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞത്, കയ്യൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരനെ കാവൽക്കാരനോ? പുതിയ നിയമത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയുന്നു, നിശ്ചയമായും നിൻ്റെ സഹോദരന്, നിൻ്റെ സഹോദരിക്ക് ദൈവം കഴിഞ്ഞാൽ നീ കാവൽക്കാരൻ തന്നെയാണ്. ദൈവം കഴിഞ്ഞാൽ നിങ്ങൾ കാവൽക്കാർ തന്നെയാണ്. ഹല്ലേലൂയ. സോ ഓരോ വ്യക്തിക്കും വേണ്ടി എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ചു, എത്രത്തോളം ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാവൽക്കാർ, സ്തോത്രം, കാവൽക്കാരാണ്. അപ്പോൾ കാവൽക്കാർ ആയിട്ടുള്ള ബന്ധത്തിലാണ് ഈ സ്തോത്രം യാമങ്ങൾ വന്നിരിക്കുന്നത്. കാവൽക്കാർ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും പ്രാർത്ഥനക്കാരാണ്. അതൊരു ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ശുശ്രൂഷ ക്രൂസേഡിന് പ്രസംഗിക്കുന്നതല്ല, കൺവെൻഷന് പോകുന്നതല്ല, സൺഡേ സഭായോഗത്തിന് ഇറക്കി ജനത്തെ ഇളക്കുന്നതല്ല. പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. അറിഞ്ഞുകൂടാത്തവർ ഒരിക്കൽ കൂടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കുകയും പ്രാവർത്തിക തലത്ത് കൊണ്ടുവരികയും ചെയ്യണം. പ്രസംഗം കേൾക്കുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല ഏറ്റവും വലിയ ശുശ്രൂഷ. എത്രത്തോളം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അതാണ് നിങ്ങളുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. അതൊരു ശുശ്രൂഷയാണ്.
പുതിയ നിയമത്തിൽ ശുശ്രൂഷയ്ക്ക് സ്തോത്രം യോഗ്യതകളുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇടയ ലേഖനങ്ങളാണ് തീമോഥെയോസിൻ്റെ 2 ലേഖനങ്ങളും അതുപോലെ തീത്തോസിൻ്റെ ലേഖനങ്ങളും ഇടയ ലേഖനങ്ങളാണ്. അതിൽ ശുശ്രൂഷയുടെ ക്വാളിറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇടയ ലേഖനങ്ങളിലല്ല ആദ്യമായി ശുശ്രൂഷയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് വായിച്ചു തുടങ്ങുവാൻ കഴിയുന്നത്. 7 സ്തോത്രം അതേ ഡീക്കന്മാർ തിരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവസഭയിൽ സ്തോത്രം 7 ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ 2 പേര് വളരെ പ്രസിദ്ധരാണ്. ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസും ഫിലിപ്പും സ്തോത്രം അല്ലെങ്കിൽ ഫിലിപ്പോസും, ശമരിയെ ഇളക്കിയ ഫിലിപ്പോസും സ്തെഫാനോസും വളരെ പ്രസിദ്ധരാണ്. 7 പേരെയാണ് മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തത്. നിങ്ങളെല്ലാവരും ശുശ്രൂഷകരാണ്. നല്ലൊരു ആമേൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ശുശ്രൂഷകരാണ്, കേൾക്കണം. അപ്പോൾ ബേസിക്കായിട്ടുള്ള 3 ക്വാളിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 1 ആത്മാവ്, 2 ജ്ഞാനം, 3 നല്ല സാക്ഷ്യം. 1 ആത്മാവ്, 1 പരിശുദ്ധ ആത്മാവ്. അപ്പോൾ ശുശ്രൂഷകൻ ആരാണ്? അവൻ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞവനാണ്. ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ബ്രേക്ക് ത്രൂ, വിടുതൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് തന്നെയാണ്. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. പരിശുദ്ധാത്മാവിൽ നിറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജയിൽ പൊളിയുന്നതാണ് ആത്മാവിൻ്റെ അഭിഷേകം. നിങ്ങളുടെ ജയിൽ, നിങ്ങളുടെ ഫ്ലഷ്ലി അല്ലെങ്കിൽ നിങ്ങളെ ജഡത്തിലായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കാതെ നിങ്ങൾ ആത്മാവിൽ ചിന്തിപ്പാൻ, ആത്മാവിൽ നടപ്പാൻ, നിങ്ങൾക്ക് ആത്മീയമായ ആ ഹൈവേ തുറക്കാൻ നിങ്ങൾ പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ച് തന്നെയാകണം. വീട്ടിലുള്ള ചിലർ മാത്രമല്ല അഭിഷേകം പ്രാപിക്കേണ്ടത്, വീട്ടിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. സഭയിലുള്ള മലയാളം പറവാൻ കഴിയുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. കാരണം അപ്പോസ്തല പ്രവൃത്തി 2, അപ്പോസ്തല പ്രവൃത്തി 10, അപ്പോസ്തല പ്രവൃത്തി 19 ധാരാളം കേട്ടിട്ടുണ്ട് ഈ വാക്യങ്ങൾ. റെഫറൻസ് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ 3 ഭാഗങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. വീട്ടിലുള്ള 3 സ്ഥലത്ത് എല്ലാവരും എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറഞ്ഞാൽ എന്താണ്? എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. വീട്ടിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. സഭയിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. കാരണം അഭിഷേകമാണ് നുഖങ്ങളെ തകർക്കുന്നത്. യെശയ്യാ 10:27 അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകുന്നു. പുഷ്ടി, ആത്മീയ പുഷ്ടി. ഇംഗ്ലീഷിൽ പറയുന്നത് അനോയിന്റിങ്, ബ്രേക്കിംഗ് എ യോക്ക്. അത് അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നു. അപ്പോൾ ജീവിതത്തിനെതിരെയുള്ളതായ മുന്നേറ്റത്തിനെതിരെയുള്ള സകല നുഖങ്ങളെ തകർക്കുന്നത് ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെയാണ്. ഹല്ലേലൂയ. സ്നാനപ്പെട്ടിട്ട് ആൾക്കാർ പിന്മാറിപ്പോകാം, പക്ഷേ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ നടക്കുന്നവൻ പിന്മാറിപ്പോകുന്നത് വളരെ കഠിനം. മനസ്സിലായോ? അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നവനെ പിടിച്ചൊതുക്കുവാൻ ശത്രുവിന് ഒരിക്കലും കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ഒന്നാമത്തെ ശുശ്രൂഷകൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരിക്കും. അവൻ ചിന്തിക്കുന്നത് ആത്മാവിലായിരിക്കും. അവൻ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നത് ആത്മാവിലായിരിക്കും. സ്തോത്രം. എങ്ങനെ പൈസ അത് കൈകാര്യം ചെയ്യണം, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ള സകല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ടാകല്ല, പകരം ആത്മാവിലായിരിക്കണം. കമോൺ. കാരണം നാട്ടുകാരെ പോലെ നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ നയിക്കുന്ന ഒരു നേതാവുണ്ട്. അത് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറല്ല, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സോ നമ്പർ 1, ഒന്നാമത് ആത്മാവ്. രണ്ടാമത് തിരുവചനം പറയുന്നു ജ്ഞാനം. എല്ലാവരും പറഞ്ഞാട്ടെ, ജ്ഞാനം. സ്തോത്രം. ദേശത്തിൻ്റെ മധ്യത്തിൽ കാവൽക്കാരാക്കിയിരിക്കുന്നവർക്ക് ഈ വിഷയവുമായി ബന്ധത്തിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. 1, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. 2, സ്തോത്രം, ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജ്ഞാനമില്ല, ദൈവിക ജ്ഞാനമില്ല. ഒരിക്കൽ കൂടെ, ചിലർക്ക് ഡിഗ്രിയുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. എന്നാൽ ജ്ഞാനമുള്ളവർ പണിയുന്നു. ജ്ഞാനമുള്ളവർ ആത്മീയ ശുശ്രൂഷ, ആത്മീയ ജീവിതം പണിയുന്നു. നിങ്ങൾക്ക് വേണ്ടിയത് പേരിൻ്റെ കൂടെ എഴുതാനുള്ളതായ ഡിഗ്രിയല്ല, പകരം നിങ്ങൾക്ക് വേണ്ടിയത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എത്രത്തോളമാണ് ശലോമോൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്തത്, അത്രത്തോളം യെരൂശലേം വേൾഡ് ക്യാപിറ്റലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ചിന്തിച്ചു. എത്രത്തോളം, ഒരിക്കൽ കൂടെ പറയട്ടെ, എത്രത്തോളം അതേ ശലോമോൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്തോ അത്രത്തോളം യെരൂശലേം വേൾഡ് ക്യാപിറ്റലായിരുന്നു. ശലോമോൻ ഭൂമിയിലെ ഏറ്റവും മഹാനായ രാജാവുമായിരുന്നു.
പണമുള്ളവനല്ല മാനിക്കപ്പെടുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിറയപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്നവനാണ് മാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജ്ഞാനം ആവശ്യമല്ല, അത്യാവശ്യമാണ്. ശ്വാസമുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. സോ ഒന്ന്, സ്തോത്രം, ആത്മാവിൽ നിറയപ്പെട്ടിരിക്കുന്നു. അതെ, ആത്മാവുണ്ട്. 2, ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. 3, സ്തോത്രം, നല്ല സാക്ഷ്യമുണ്ട്. നല്ല സാക്ഷ്യമുണ്ട്. നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നടക്കുന്ന സാക്ഷ്യമല്ല, നമ്മളുടെ ജീവിതമാകുന്ന സാക്ഷ്യം. പറയുന്നത് ആർക്കും വേണമെങ്കിലും പറയാം, ഞാൻ അതാണ് ഇതാണ് എന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ പറച്ചിലല്ല. സ്തോത്രം, ഞാൻ കഴിഞ്ഞ സെഷന് പകൽ പറഞ്ഞതുപോലെ ടോക്കും വാക്കും ഒന്നായിരിക്കണം. ഒരു പ്രസംഗമാണ്. വാക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ടോക്ക്, ടോക്ക് എങ്ങനെയാണോ അതുപോലെയാണ് വാക്ക്. അല്ലാതെ വാക്ക് വടക്കോട്ടും ടോക്ക് തെക്കോട്ടുമാണെങ്കിൽ നോ, നിനക്ക് തന്നെ നീ ശത്രുവായി. കമാൺ, നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുന്നോ, എങ്ങനെ ജീവിക്കുന്നോ അതാണ് പറയുന്നത്. മനസ്സിലായോ? ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങി മറ്റൊരു ക്രമത്തിൽ ജീവിക്കുന്നെങ്കിൽ എന്നെപ്പോലെ നടൻ, അവാർഡ് കിട്ടാത്ത നടൻ. മനസ്സിലായോ? അപ്പോൾ ടോക്ക് എന്താണോ അതായിരിക്കണം വാക്ക്. സ്തോത്രം, സാക്ഷ്യ ജീവിതം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷിയൻ വചനത്താലും ശത്രുവിനെ ജയിച്ചു. അപ്പോൾ ജയകരമായ ജീവിതം നയിപ്പാൻ, വീണ്ടും ഒരിക്കൽ കൂടെ ജയകരമായ ശുശ്രൂഷ ചെയ്യുവാൻ, സ്തോത്രം, നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നതാണ് സ്തോത്രം, അതേ സാക്ഷ്യമുള്ളതായ ജീവിതം. റെപ്യൂട്ടേഷൻ, സാക്ഷ്യമുള്ളതായ ജീവിതം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഈ 3 ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളവർക്കാണ് സ്തോത്രം ശുശ്രൂഷകരായി തീരുവാൻ കഴിയുന്നത്. വിഷയം മാറാൻ പാടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ദേശത്തിൻ്റെ മധ്യത്തിൽ കാവൽക്കാരായി ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. കാവൽക്കാരായി ദൈവം സ്തോത്രം സഭയെ ആക്കിയിരിക്കുകയാണ്. ഈ ക്ലബിൽ ജോയിൻ ചെയ്യാത്ത കാവൽക്കാരായി അഥവാ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സ്വർഗത്തെ തുറക്കുന്നത് പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനെ ഇറക്കുന്നത് പ്രാർത്ഥനയാണ്. ജീവിതത്തെ സായുജ്യമാക്കി തീർക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. കുറുപ്രാവ് കുറുക്കുന്നത് പോലെ അമ്മമാർ, സഹോദരന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഇത്രയെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനയാലാണ്. ചില വീടുകളെ എനിക്കറിയാം, മരണം നടക്കേണ്ട വർഷങ്ങൾ കഴിഞ്ഞു സഹോദരങ്ങളെ. മൃതശരീരം ചുമന്നു മാറ്റുമെന്ന് പിശാച് വെല്ലുവിളിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. ക്രിസ്വായുസ് തരുമെന്ന് സാത്താൻ വെല്ലുവിളിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ കണ്ണിൻ്റെ നേരെ വന്നത് കണ്ണിൻ്റെ പുരുകത്താക്കി തീർത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിർത്തിയത് കർത്താവ് കഴിഞ്ഞാൽ കുറുപ്രാവ് കുറുക്കുന്നത് പോലെ ആരോ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കുറുക്കിയത് കൊണ്ട് തന്നെയാണ്. വിദേശത്തിരുന്ന വെബ് സ്ട്രീമിലൂടെ ഈ ദൂത് കേൾക്കുന്ന സ്വദേശത്തായിരിക്കുന്ന പല അമ്മമാർ ജീവിച്ചത് അവർക്ക് വേണ്ടിയല്ല. അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അവർ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. അവർ ജീവിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ്. പ്രാർത്ഥന. വാച്ചുണ്ടോ? വാച്ച്മാനുണ്ട്. സ്തോത്രം. യാമങ്ങളുണ്ടോ? നിശ്ചയമായിട്ടും യാമങ്ങളുണ്ടെങ്കിൽ കാവൽക്കാരുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 25-ാം വാക്യത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ജൂയിഷ് ട്രഡീഷനും തൽമൂദുകളും പറഞ്ഞതൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്ന പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ മത്തായി 14:25 രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ലോജിക്കലി 4-ാം യാമമുണ്ടെങ്കിൽ എത്ര യാമമുണ്ട്? അതിന് മുമ്പ് 3 യാമങ്ങളുണ്ട്. സോ 3 യാമം ഉള്ളത് കൊണ്ടാണ് ഏത് യാമമുള്ളത്? പറ. 4-ാം യാമമുള്ളത്. അപ്പോൾ രാത്രിയിൽ 4 യാമങ്ങളാണ് ഉള്ളത്. രാത്രിയിൽ 4 യാമങ്ങളുണ്ടെങ്കിൽ പകലും എത്ര യാമങ്ങളായിരിക്കും ഉള്ളത്? പകലുമുള്ളത് സ്തോത്രം അതെ 4 യാമങ്ങളാണ്. സോ രാത്രിയിൽ 4 യാമങ്ങൾ, പകല് 4 യാമങ്ങൾ. രാത്രിയിൽ 4 യാമങ്ങൾ, പകല് 4 യാമങ്ങൾ. ജീവിതം സ്തോത്രം അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ രാത്രിയും പകലും ഉണ്ടെന്ന് പറഞ്ഞു. പകല് വാഴുവാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. സ്തോത്രം. അപ്പോൾ രാത്രിയിൽ 4 യാമങ്ങൾ, പകല് 4 യാമങ്ങൾ. പകൽ വാഴാൻ സൂര്യനുണ്ട്, രാത്രി വാഴാൻ ചന്ദ്രനുണ്ട്. അടുത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്തോത്രം അതെ ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്?
രാത്രി 12 മണിക്കാണ് സ്തോത്രം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. റീത്ത സഹോദരി എടുത്ത് വഴക്കുണ്ടാക്കാൻ എനിക്ക് സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാണോ എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം എടുക്കാൻ വളരെ എളുപ്പമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ആ വാക്യം എല്ലാവരും ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ, വഴക്കുണ്ടാക്കാതെ എല്ലാവരും ശബ്ദം ഉയർത്തി ആ വാക്യം ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. അടുത്ത വാക്യം നന്നായിട്ട് ശക്തിയോടെ വായിക്ക്. സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വെയർ ഫസ്റ്റ് ഡേ. സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം. സന്ധ്യയുമായി ഉഷസ്സുമായി. ഓർഡർ നോക്കിയേ. അപ്പോൾ സൺ ബേസ്ഡ് ആയിട്ടല്ല ദൈവം മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദിവസത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മൂൺ കേന്ദ്രീകൃതമായിട്ടാണ്, ചന്ദ്രയാനം അനുസരിച്ചാണ്. സന്ധ്യയായി ഉഷസ്സുമായി സ്തോത്രം 1-ാം ദിവസം. സ്വസൃഷ്ടാമാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രാത്രി 12 മണിക്കല്ല, രാവിലെ 6 മണിക്കല്ല, ഉറക്കണീറ്റ 9:30 മണിക്ക് അനുസരിച്ചല്ല. പകരം സ്തോത്രം അതെ എപ്പോഴാണ് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്? സന്ധ്യയ്ക്ക് 6 മണിക്കാണ്. സന്ധ്യയ്ക്ക് 6 മണിക്കാണ് ഇന്നും യഹൂദൻ്റെ ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പോലും ഇതുപോലെയുള്ള ബൈബിൾ സ്റ്റഡിക്ക് വന്നാൽ പല പുതിയ അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഒരു കലാശാലയാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു കലാശാല അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഡെയിലി പഠിച്ചിട്ടിരിക്കുകയാണ്. ആമേൻ. അറിഞ്ഞതിനേക്കാൾ അറിയാത്തത് വളരെ 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 അതങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കണം, വളരെ അധികമാണ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ദിവസം ആരംഭിക്കുന്നത്, ഒരു ന്യൂ ഡേ എന്ന് സ്വർഗം പറയുന്നത് സന്ധ്യയ്ക്കാണ്. സോ അങ്ങനെയാണ് യാമങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്. സോ യാമങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ രാത്രി അർദ്ധരാത്രി കൊണ്ടല്ല തുടങ്ങേണ്ടത്, ഈവനിങ് 6 മണി മുതലാണ് ആരംഭിക്കേണ്ടത്. അപ്പം 4 യാമങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 4 യാമങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. വൈകിട്ട് 6 മുതൽ 9 വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 മണി വരെ പുലർക്കാലം 3 മണി വരെ 3-ാം യാമം, 3 മണി മുതൽ 6 മണി വരെ 4-ാം യാമം. ഒരിക്കൽ കൂടെ 6 മണി മുതൽ 3 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, രാത്രി 12 മുതൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ 3 മണി വരെ 3-ാം യാമം, പുലർക്കാലം 3 മുതൽ 6 വരെ സ്തോത്രം 4-ാം യാമം. അതേപോലെ തന്നെ പകലുള്ളതായ 4 യാമങ്ങൾ പറഞ്ഞ രാവിലെ 6 മുതൽ 9 വരെ 1-ാമത്തെ യാമം, രാവിലെ 9 മുതൽ 12 വരെ 2-ാമത്തെ യാമം, 12 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ 3-ാമത്തെ യാമം, 3 മണി മുതൽ 6 മണി വരെയുള്ള സ്തോത്രം 4-ാമത്തെ യാമം. അങ്ങനെ പകൽ 4 യാമങ്ങൾ, പ്രധാനമായി രാത്രിയിൽ സ്തോത്രം 4 യാമങ്ങൾ. വേദപുസ്തകങ്ങൾ വളരെ ഹൈലൈറ്റഡായി വളരെ തെളിവായി എംഫസൈസ് ചെയ്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പകലുള്ള യാമങ്ങളെക്കാൾ ഏതായിരിക്കും? രാത്രിയിലെ യാമങ്ങളാണ്. കാവൽക്കാർ എന്ന കോണ്ടസ്റ്റിൽ തന്നെ നോക്കുമ്പോൾ കാവൽ എപ്പോഴാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? വെളിച്ചമുള്ളപ്പോഴല്ല, രാത്രിയിലാണ് ആവശ്യം. രാത്രിയിലാണ് കാവൽ ഏറ്റവും കൂടുതൽ ആവശ്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിലാണ് കർത്താവ് അർദ്ധരാത്രിയിൽ സ്നേഹിതനായി ഇറങ്ങി വരുന്നത്, അല്ലേ? പകലെല്ലാവരും ഉണ്ട്, പകലെല്ലാവരും കൂടെ ഇരിക്കും, പകലെല്ലാവരും കാണാം. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും നേഴ്സസൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം സ്തോത്രം, ഈ ആക്സിഡൻ്റായി കിടക്കുന്ന വാർഡുകൾ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ആയി കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വർദ്ധിക്കുന്നത് പകലായിരിക്കത്തില്ല. എപ്പോഴായിരിക്കും? രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ട് വ്യാപിക്കുമ്പോഴായിരിക്കും സ്തോത്രം. അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ അതുവരെ അവർക്ക് പലതും കാണാം, പല ആൾക്കാരെയും കാണുന്നു, പലരും നടക്കുന്നതും സംസാരിക്കുന്നു കേൾക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും മൈൻഡ്. പിന്നെ രാത്രിയാകുമ്പോൾ അവരും അവരുടെ വേദനയും മാത്രമേ കാണത്തുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന ഫിസിക്കൽ പെയിൻ അല്ല, നിങ്ങളുടെ ഇമോഷണൽ പെയിൻ തന്നെ, നിങ്ങളുടെ മാനസികമായി തന്നെ നിങ്ങളുടെ വേദനയെ മാത്രമാകുന്നതായ ഒറ്റപ്പെട്ട രാത്രികൾ. മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ വേദനയെ മാത്രം ആകുന്നതായ രാത്രിയിലെ ഒറ്റപ്പെട്ട അവസ്ഥകൾ. സഹോദരങ്ങളെ, ഈ വിശുദ്ധ പുസ്തകം പറയുന്നു, ആ സമയത്താണ് അർദ്ധരാത്രിയിലെ സ്നേഹിതനായി കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നത്. ജീവിതത്തിൻ്റെ പകൽ ദിവസങ്ങൾ കർത്താവ് പറയുമായിരിക്കും, വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, ചർച്ചിലും ഒത്തിരി പേരുണ്ടല്ലോ, ഇരുന്നോട്ടെ. പക്ഷേ രാത്രിയിൽ കർത്താവ് ഒറ്റയ്ക്ക് നമ്മളെ കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് കാത്തിരിക്കുക. ഇമ്മാനുവലിൻ്റെ ഭയങ്കര സാന്നിധ്യം
പലരും അനുഭവിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്നാരും ഒരിക്കലും വെറുതെ പറഞ്ഞ് കർത്താവിനെ അവഹേളിക്കല്ല. ഒരിക്കൽ കൂടെ ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല എന്നാരും ഒരിക്കലും പറയില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൽ നിന്ന് നിങ്ങൾ പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. കർത്താവ് പിന്നിലായിപ്പോയി. സ്തോത്രം. നിങ്ങൾ അനുഭവിക്കേണ്ടതായ കാര്യം, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കാകാനും കഴിയത്തില്ല, എന്നോട് കൂടെ ദൈവം കൂടെയുണ്ട്, എന്നോട് കൂടെ യഹോവ ഷമ്മാ കൂടെയുണ്ട്. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ലോകത്തിൽ കോടിക്കണക്കിന് ജനമുണ്ട്, 800 കോടി ജനമുണ്ട്. ഈ 800 കോടി ജനവും വെഞ്ചാമരം കൊണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന വലിയ വീശറിയ. അതിലിങ്ങനെ രാമച്ചം എന്ന് പറയുന്ന നല്ല മണക്കുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെ വെച്ച് വീശുമ്പോൾ നല്ല മണം കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. സ്തോത്രം. ഈ 800 കോടി ജനവും നിങ്ങളുടെ ചുറ്റും നിന്ന് വെഞ്ചാമരം വെച്ച് വീശുന്നതിനേക്കാൾ നീനാൽ വാഴുക, നീനാൽ വാഴുക എന്ന് പറഞ്ഞ് ലോകക്കാർ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി കൂടെ ഇരിക്കുന്നതിനേക്കാൾ ഒത്തിരി 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 നല്ലതാണ് അർദ്ധരാത്രിയിൽ സ്നേഹിതനാകുന്ന കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. യേശുപ്പച്ചനാണ് കൂടെ ഇരിക്കേണ്ടത്, ലോകമാണോ കൂടെ ഇരിക്കേണ്ടത്? സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, സ്തോത്രം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. അതുകൊണ്ട് പ്ലീസ്, നമ്മൾ ലോകത്തിൽ മനുഷ്യനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ക്രൈസ്റ്റ് ഡിപ്പെൻഡൻസി, കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. സോ രാത്രി ഒരു വല്ലാത്ത സമയമാണ്. രാത്രി നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. രാത്രി എന്ന് പറയുന്ന വല്ലാത്ത സമയമാണ്. സ്തോത്രം. ആ രാത്രിയിൽ പല കാര്യാദികൾ തിരുവചനത്തിൽ നടന്നതായി നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. എസെക്കേൽ പ്രവചനം 33:6 നോക്കിയേ. രാത്രിയിൽ എസെക്കേലിനോട് ദൈവമായ കർത്താവ് കാവൽക്കാരെക്കുറിച്ച് പറഞ്ഞതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, സ്തോത്രം. 33:6. ഈ വാക്യം വായിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എസെക്കേൽ 33:6. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ടിട്ട് കാഹളമൂതാതെയും, ശബ്ദം ഉയർത്തി വായിച്ചേ, കാഹളമൂതാതെയും ജനത കരുതി കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ ഒരുത്തനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ആരോട് ചോദിക്കും? കാവൽക്കാരോട് ചോദിക്കും. കാവൽക്കാരോട് ചോദിക്കും. അടുത്തിരിക്കുന്നവരോട് തൊട്ട് പറഞ്ഞാട്ട് ഉത്തരവാദിത്തം നമ്മുടെ മേലാണ്. പറഞ്ഞേ, ഉത്തരവാദിത്തം നമ്മുടെ മേലാണ്. ദേശത്തിലെ ജനം നശിക്കുന്നെങ്കിൽ ഉത്തരവാദിത്തം ദൈവം ചോദിക്കുന്ന ചർച്ചിനോടാണ് ചോദിക്കുന്നത്. പോയി നാളെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേശത്തിൽ ഒരുത്തൻ നശിച്ചു പോകുന്നെങ്കിൽ, ബന്ധുക്കൾ ഫ്രണ്ട് സർക്കിളിൽ ഒരുത്തൻ തൊലഞ്ഞു പോകുന്നെങ്കിൽ, നീ എത്രത്തോളം അവനോട് സാക്ഷ്യം പറഞ്ഞു? നീ എത്രത്തോളം അവരോട് സുവിശേഷം പറഞ്ഞു? നീ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ആദ്യം പ്രാർത്ഥിക്കണം, എന്നിട്ട് അവനോട് സുവിശേഷം പറയണം. എത്രത്തോളം അവനോട് പറഞ്ഞു? ഇല്ലാതെ അവൻ ചരിഞ്ഞു വീണു മരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ കമാൺ, ഹല്ലേലൂയ. ക്യാമറ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. സ്തോത്രം. അതെ, ഇല്ലാതെ അവൻ തീർന്നുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. എത്രത്തോളം നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ എത്രത്തോളം ആ കുടുംബത്തിന് വേണ്ടി ഇടവിൽ നിന്നു, അതിനർത്ഥം ഞാൻ പറയട്ടെ, സ്തോത്രം, ഭയങ്കര ഒരു ഉത്തരവാദിത്വമാണിത്. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ പോകുമ്പോൾ എത്ര ഉത്തരവാദിത്വത്തോടെയാണ് അവർ ജോലി ചെയ്യുന്നത്. നോക്കിയേ, ചുമ്മാ സൈൻ ഇടുവോ? നോ, ഓരോ പേജും ഓരോ ലൈനും വായിച്ചു നോക്കത്തില്ലേ? അത് ഈ ലോകത്തിലെ ഉത്തരവാദിത്വം. സ്തോത്രം. അതേ, തിരുത്താം. പക്ഷേ ഇത് നിത്യതയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൽ ദൈവം നിങ്ങളെ നിറച്ച് ദേശത്തെ ദൈവം നിങ്ങളെ നട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവകൃപയാൽ സ്തോത്രം. അയ്യോ കാക്കയെ പറ്റിച്ചോ എന്ന് കുട്ടികൾ പറയുന്നത് പോലെ അപ്പം കൊണ്ടുപോയ കാക്കയെ നോക്കി വിലപിക്കുന്നതല്ല ആത്മീയ ജീവിതം. സ്തോത്രം. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതായ എല്ലാ പ്രാർത്ഥനക്കാരും ഇങ്ങനെ പറഞ്ഞു, ഐ ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്വം ഞാൻ എടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഉദാഹരണം, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് എനിക്ക് വിഷയത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളിങ്ങനെ, ഞാൻ എന്തിനാണ് ഉത്തരവാദിത്വം എടുക്കുന്നത്? എൻ്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് നേരമില്ല. വീട്ടിലെ പകുതി വെന്തതായ ചോരം കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഇനി ബാക്കി പോയിട്ട് വേണം ബാക്കി എന്ന് പറഞ്ഞ് എൻ്റെ കാര്യം, എൻ്റെ അടുപ്പേ, എൻ്റെ ആഹാരമേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി? അത് സെൽഫിഷ്നെസ് ആണ്. ദൈവത്തിൻ്റെ കൃപയാൽ മാനിക്കപ്പെട്ട എല്ലാവരും ഉത്തരവാദിത്വത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നവരാണ്. ഒരിക്കൽ കൂടെ, ഉത്തരവാദിത്വത്തോടെ നിന്നവർ, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് വേണ്ടി അല്ല നിന്നത്. അത് വേറൊരു സുവിശേഷമാണ്, അത് വേറൊരു യേശുവാ, വേറൊരു ആത്മാവ്. പക്ഷെ യേശുവിൻ്റെ തേജസ്, യേശു വന്നത് ആർക്ക് വേണ്ടി? അവന് വേണ്ടിയല്ല. ഒരു ദിവസം രാവിലെ ഉറക്കണീറ്റപ്പോൾ കർത്താവിന് തോന്നി അങ്ങ് രാജാതി രാജാവാകാം, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വലിയ പദവിയുണ്ട്. നോ, അങ്ങനെയല്ല. യേശു വന്നത് അവന് വേണ്ടിയല്ല. യേശു അത്ഭുതം ചെയ്തത് അവന് വേണ്ടിയല്ല.
ചുറ്റും നിൽക്കുന്ന ജനം എന്നെ അങ്ങ് ഫാൻസ് ആകണം, എൻ്റെ ഫാൻസ് ആകണം എന്ന് പറഞ്ഞല്ല കർത്താവ് അത്ഭുതം ചെയ്തത്. യേശു പ്രസംഗിച്ചത്, യേശു വന്നത്, യേശു മരിച്ചത്, യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഒന്നും അവന് വേണ്ടിയല്ല. യേശുവിൽ സീറോ സെൽഫിഷ് ആണ്. ഓ കമോൺ, ആ ലെവലിലേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുവരണമേ. ഈ പെന്തിക്കോസ് ദേവദാസന്മാരിങ്ങനെ പറയാറുണ്ട്, പ്രസംഗിക്കുമ്പോൾ തിരിച്ചടിക്കുന്നതെന്ന്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. യേശു ജീവിച്ചത്, സ്തോത്രം, അതെ, തനിക്ക് വേണ്ടിയല്ല. മനസ്സിലായോ? സോ നിങ്ങളെ ഞാൻ ശുശ്രൂഷിക്കേണ്ടത്, ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല. സോ അപ്പോഴാണ് 100% കമ്പനി നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് കർത്താവ്, സ്തോത്രം, നമ്മുടെ കാര്യം ഏറ്റെടുത്ത് അനുഭവിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദൈവകൃപയാൽ അയ്യോ ഓടിപ്പോകേണ്ട സ്ഥലത്ത് പറന്നു പോകുന്ന രീതിയിൽ ദൈവം നിങ്ങൾ അപ്ഗ്രേഡായി നടത്തണമെങ്കിൽ ദാറ്റ്സ് ഓൾ. സെൽഫിഷ് ആകാതെ സെൽഫ്ലെസ് ആയി കർത്താവിന് വേണ്ടി നിന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഗ്യാരണ്ടി എന്ന് പറയണം. ഈ 4ാമത്തെ മകനായിരുന്നു യാക്കോബിൻ്റെ 4ാമത്തെ മകനായിരുന്നു യഹൂദ. 1ാമത്തവൻ രൂബേൻ, 2ാമത്തവൻ ശിമിയോൻ, 3ാമത്തവൻ ലേവി, 4ാമത്തവൻ യഹൂദ. അപ്പോൾ യോസഫ് ആദ്യം ആൾ വിളിച്ചു കേട്ടോ. യോസഫ് ഇങ്ങനെ ആദ്യം പ്രിറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ഏറ്റവും ഇളയ മകനായ ബെന്യാമീനുണ്ടല്ലോ, അവൻ വരാതെ ഞാൻ ഒരിക്കലും, സ്തോത്രം, അതെ, യവനെ വിടത്തില്ലെന്ന് പറഞ്ഞ് കളിച്ചപ്പോഴേക്കും അപ്പൻ്റെ മുൻപിൽ ചെന്ന്, സ്തോത്രം, യഹൂദയാണ് ഇടിവിൽ നിന്ന് പറഞ്ഞത്, അവനെ ഞാൻ തിരിച്ചു തരാം, ഞാൻ ഗ്യാരണ്ടി. സ്തോത്രം, വായിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവർ മാത്രം കരങ്ങൾ ഉയർത്ത്. എനിക്ക് അത് പറയുന്നത്, ഞാൻ ഗ്യാരണ്ടി. യഹൂദ പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി. മേ ബി ആ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കാം കർത്താവ് പറഞ്ഞത്, അവനെ ഞാൻ സൂക്ഷിച്ചോളാം, അവനെ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവ് പറഞ്ഞത്, യെസ്, അങ്ങനെയെങ്കിൽ രാജദണ്ഡ് സൂക്ഷിക്കുന്ന നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അധികാരത്തിൻ്റെ രാജദണ്ഡ് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഗ്യാരണ്ടി. യെസ്, സെയിം തിങ്. സ്തോത്രം, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. മോശയുടെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന സെയിം, ഞാൻ ഗ്യാരണ്ടി. സഹോദരന്മാരെ, അവിടെയാണ് നിങ്ങളുടെ അനുഗ്രഹം ആരംഭിക്കുന്നത്. അവിടെയാണ് ദൈവകൃപകൾ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്ന ദൈവകൃപ വ്യാപരിക്കുന്നത്. സ്തോത്രം. സോ അതെ, കാവൽക്കാരനോടാണ് ദൈവം ചോദിക്കുന്നതെന്ന് യിരെമ്യാ 33:6 പറയുകയാണ്. സ്തോത്രം. സോ കാവൽക്കാർ, അതായത് പ്രാർത്ഥനക്കാർ. സ്തോത്രം. യേശു കർത്താവ് ഒരു വാച്ച് അല്ലെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ആ ഭാഗം, സ്തോത്രം, നമുക്കെല്ലാവർക്കും അറിയാം. 2 സ്ഥലങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 14:38, മർക്കോസ് 14:38. സ്തോത്രം. പിന്നെ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നോ? 1 നാഴിക നേരം ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നിനക്കറിയാം, ഗദശമനയിൽ യേശു കർത്താവ്, സ്തോത്രം, അതെ, അയ്യോ ദയവായി ഒന്ന് പ്രാർത്ഥിക്ക് എന്ന് പ്ലീഡ് ചെയ്യുകയാണ്, അപേക്ഷിക്കേണ്ട. ലാസറേ പുറത്തു വരിക എന്ന സിംഹഗർജന നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നില്ല. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറയുന്ന ആ അധികാര ശബ്ദമല്ല അവിടെ കേൾക്കാൻ കഴിയുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ ഒരു അപേക്ഷാ ശബ്ദമാണ് പറയുന്നത്. പ്ലീസ് 1 മണിക്കൂർ നേരം, പ്ലീസ്, ദയവായി, പ്ലീസ് 1 മണിക്കൂർ നേരം നിങ്ങൾ എനിക്ക് വേണ്ടി, സ്തോത്രം, അതെ, നിങ്ങൾ ഉറങ്ങുന്നോ? 1 നാഴിക നേരം നിങ്ങൾ എനിക്ക് വേണ്ടി, സ്തോത്രം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതാണ് കാവൽക്കാരനോടുള്ള അപേക്ഷയാണ്. 1 സ്തോത്രം, അതെ, നാഴിക നേരം നിങ്ങൾ എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ചില്ല, അവർ ഉറങ്ങി. മാത്രമല്ല, അവസാനം അവർ ഡീപ്പ് സ്ലീപ്പിലായി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാത്രിയിലെ 2 യാമത്തിൽ അവർ ഡീപ്പ് സ്ലീപ്പിലായി. സ്തോത്രം. നമ്മളതിലേക്ക് വരും. അവർ പ്രാർത്ഥിച്ചില്ല. അവർ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് സംഭവിച്ച പല നെഗറ്റീവ്സ് അവിടെയുണ്ട്. പ്രാർത്ഥനയില്ലാത്ത വീടുകളിൽ നെഗറ്റീവ് അല്ല ഉണ്ടാകുന്നത്, പോസിറ്റീവാണ്. പ്രാർത്ഥിക്കാത്ത വീടുകളിൽ പോസിറ്റീവ് അല്ല, നന്മയല്ല ഉണ്ടാകുന്നത്, തിന്മയാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടെ, പ്രാർത്ഥിക്കാത്ത വീടുകളിൽ, പ്രാർത്ഥിക്കാത്ത വ്യക്തികളിൽ നന്മയല്ല, തിന്മയാണ് ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്ന വീടുകളിൽ തിന്മയുണ്ടായാലും ആ തിന്മ മാറുന്ന അത്ഭുതമായിരിക്കും ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കാത്ത വീട്ടിൽ തിന്മയുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന വീടിനെ നന്മയെ മാറ്റി
തിന്മയെ മാറ്റി ദൈവം ചെയ്യുന്ന നന്മയുണ്ടാകും. തിന്മകൾ നന്മകളാക്കുന്നതിൻ്റെ പേരാണ് അത്ഭുതങ്ങൾ. തിന്മകൾ നന്മകളായി തീരുന്ന പേരാണ് അത്ഭുതങ്ങൾ, അല്ലേ? മാർത്ത മറിയ അവർ സഹോദരൻ്റെ മരണം കണ്ടു, പക്ഷേ അത് വിശ്വാസത്തിൻ്റെ വീടായിരുന്നു. അതുകൊണ്ട് ലാസർ പുറത്തു വന്നു. സോ അത് ആ വീടിൻ്റെ പേരെന്തോ ആയി കാണും. അത് മറ്റേ അത്ഭുതം നടന്ന വീടേ, ബദാനിയക്കാരും യെരൂശലേംകാരും ഭിന്നത്തിൽ മറ്റേ ആ ചെറുക്കൻ എഴുന്നേറ്റ അത്ഭുതം നടന്ന വീട്, സാരഫാത്തിലെ വിധവയുടെ വീട്. എലിയാവ് താമസിച്ചിട്ട് പുറത്തു വന്നപ്പോൾ അവരെന്തോ പറഞ്ഞു, ആ ചെറുക്കൻ ഉയർത്തെഴുന്നേറ്റ വീടേ. നാട്ടുകാരെ പറയുന്ന ചെറുക്കൻ എഴുന്നേറ്റ വീടേ, കലത്തിലെ മാവ് കുറയാത്ത പരിണിയിലെ എണ്ണ തീരാത്ത വീടേ. കമാണ്, ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ എല്ലാ വീടുകളിലും. മക്കളില്ലാതിരുന്നിട്ട് മക്കളെ ലഭിച്ച വീടേ, ശൂന്യം കരത്തിയുടെ വീടേ. എൻ്റെ തല എന്ന് പറഞ്ഞ് ചെറുക്കൻ വീണില്ലേ? പക്ഷേ അവസാനം സ്തോത്രം, ചെറുക്കൻ എഴുന്നേറ്റിട്ടെ ആ വീടെന്തായി? ഈ വീടുകളെല്ലാം അത്ഭുതങ്ങളെ വീടുകളായി. കാരണം ആ വീട്ടിലെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് നോക്കിയാൽ നിശ്ചയമായിട്ട് എന്തോ ഉണ്ടായിരുന്നു? പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീടുകൾ ആംബുലൻസ് കയറത്തില്ല. പ്രാർത്ഥിക്കുന്നെങ്കിൽ അനർത്ഥങ്ങൾ കയറുകയില്ല, തിന്മകൾ കയറുകയില്ല. പ്രാർത്ഥിക്കുന്ന വീടുകൾ, സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ തിന്മകൾ നന്മകളായി തീരും. പക്ഷെ പ്രാർത്ഥിക്കാതിരുന്നാൽ ഒരു കൂട്ടം തിന്മകളാണ് പ്രാർത്ഥിക്കാത്ത ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്. യേശു കർത്താവ് നേരിട്ട് കാണുകയാണ്. അപ്പോസ്തലന്മാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നതാ. ഏറ്റവും ബെസ്റ്റ് പ്രസംഗം ഡയറക്റ്റ് കേട്ടതാ. ഏറ്റവും ബെസ്റ്റ് പ്രസംഗം നേരിട്ട് കേട്ടതാ. ലോകത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല സ്പിരിച്വൽ ലീഡർഷിപ്പ് അനുഭവിച്ചതാ. പക്ഷേ പ്രാർത്ഥിക്കത്തില്ല. എന്തോ ചെയ്യും? എത്ര നല്ല പ്രസംഗം നേരിട്ട് കേട്ടാലും, എത്ര നല്ല മെന്റർഷിപ്പ് കിട്ടിയാലും, എത്ര നല്ല ആരാധന കൂടിയാലും, എത്ര നല്ല പാട്ട് കേട്ടിയാലും, നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ ഒരു ഫെയിലിയറാണ്. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഫ്രിഡ്ജിൽ നിറയെ ആഹാരം ഉണ്ടായിരിക്കും, അലമാരയിൽ ബ്രാൻഡഡ് ഡ്രസ്സുകളായിരിക്കും, സ്തോത്രം, അക്കൗണ്ട് നിറയെ പൈസ ഉണ്ടായിരിക്കും, പക്ഷേ വേറെ തിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഐ എം വെരി സോറി ടു ടെൽ യു, ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, അവിടെയെല്ലാം നമ്മുടെ പരാജയപ്പെടുകയാണ്. വചനം പറയുന്നു. കാരണം എന്താണെന്നറിയോ? അവിടെ നമ്മളെ പൊരുതുന്നത്, പ്രാർത്ഥിക്കാത്തവനും പൊരുതുന്നത് ആത്മാവിലല്ല, പ്രാർത്ഥിക്കാത്തവനും പൊരുതുന്നത് ജഡത്തിലാണ്. പക്ഷെ നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആത്മാവിലെ പൊരുതത്തുള്ളൂ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ പറഞ്ഞേ, ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. സോ ആത്മാവിൽ പൊരുതുന്നവനെ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പക്ഷെ എവനിതാ വാളും എടുത്തുകൊണ്ട് ഈ പത്രോസ് ചാടി മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതിനെ വെട്ടിയിട്ടു. അത് സ്തോത്രം, ജഡത്തിൽ പൊരുതുകയാണ്. പ്രാർത്ഥിക്കാത്തവനും പൊരുതുന്നത് ജഡത്തിലായിരിക്കും. ഞാൻ ഇത് ധ്യാനിക്കുമ്പോൾ എനിക്ക് കർത്താവ് വേറൊരു പിക്ചർ കൂടെ ഇന്ന് സ്തോത്രം അതേ കാണിച്ചു. ഈ ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിൽ നിൽക്കാതെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കാതെ തോന്നിയ വഴിക്ക് ആവശ്യമില്ലാത്തതിനെ എടുത്ത് തലയിൽ വച്ചാൽ ദൈവം അതിനെ അനുഗ്രഹിക്കത്തില്ല. ദൈവമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയി സെറ്റിൽ ചെയ്തെന്നിരിക്കട്ടെ, അവിടെ ദൈവം വന്ന് അനുഗ്രഹിക്കത്തില്ല. അവിടെയുള്ള മുഴുവൻ കുരിശും എനിക്കുള്ളതായിരിക്കും. സെൽഫ് ഇമ്പോസ്ഡ് ക്രോസസ്, സ്വയം തിരഞ്ഞെടുത്ത കുരിശ്. അപ്പോൾ സ്വയം തിരഞ്ഞെടുത്ത കുരിശ്, അടുത്തിരിക്കുന്നവർ നോക്കാതെ സ്വയം തിരഞ്ഞെടുത്ത കുരിശെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം നോക്ക്, സ്വയം തിരഞ്ഞെടുത്ത കുരിശ്. അപ്പോൾ സ്വയം തിരഞ്ഞെടുത്ത കുരിശാണെങ്കിൽ കർത്താവ് പറയും, നീ തൂങ്ങിക്കോ, നീ അല്ല തിരഞ്ഞെടുത്തേ, നീ തൂങ്ങിക്കോ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത് നീ തിരഞ്ഞെടുത്തതാണ്, നീ തൂങ്ങിക്കോ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ സ്വയം തിരഞ്ഞെടുത്തതായ ദൈവമില്ലാത്ത വഴികൾ, ദൈവമില്ലാത്ത വാതിലുകൾ, ദൈവമില്ലാത്ത കാര്യങ്ങൾ, ദൈവമില്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മൾ ചെന്ന് സ്തോത്രം കയറിയാൽ അത് പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ കമ്പ്ലിക്കേറ്റിൽ പിടിച്ചതുപോലെയായിരിക്കും. അപ്പോൾ അവിടെ ദൈവം പറയുന്നത്, യെസ്, അവിടെ ദൈവത്തിന് വേറെ ഒറ്റ ദൂതയുള്ളൂ, എൻ്റെ ട്രാക്കിലേക്ക് നീ മടങ്ങി വാ, എൻ്റെ ട്രാക്കിലേക്ക് മടങ്ങി വാ. ദാറ്റ്സ് ഓൾ. നീ ചോദിക്കുന്ന ബ്രേക്ക് ത്രൂ ആണല്ലോ, നീ ചോദിക്കുന്ന അനുഗ്രഹമാണല്ലോ, ഞാൻ അനുഗ്രഹിക്കാം, ഞാൻ ഉയർത്താം. പക്ഷേ നിൻ്റെ വഴിയിൽ വന്നല്ല ഞാൻ അനുഗ്രഹിക്കുന്നത്. എൻ്റെ അനുഗ്രഹം എൻ്റെ വഴിയിൽ നിൽക്കുന്നവനെ, എൻ്റെ അനുസരണത്തിൽ നിൽക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കത്തുള്ളൂ. അല്ല, അനുസരണം കെട്ടവനെ ദൈവം അനുഗ്രഹിക്കത്തില്ല, പാപിയെ ദൈവം അനുഗ്രഹിക്കത്തില്ല, പിന്മാറ്റക്കാരനെ അനുഗ്രഹിക്കത്തില്ല. സോ വി നീഡ് ടു ചെക്ക് അവർസെൽഫ്.
ഓരോ സ്റ്റെപ്പും ദൈവത്തിൻ്റെ ഹിതത്തിലാണോ ഞാനായിരിക്കുന്നത്? ദൈവഹിതത്തിലുള്ളതിന് മാത്രമേ ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ലെസ്റ്റർ സംറോളിൻ്റെ. എല്ലാവരും വായിക്കണം, പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്ത്, ബ്യൂട്ടിഫുൾ ബുക്ക്. അതിൽ ലെസ്റ്റർ സംറോള് സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്മിത്ത് വിഗിൾസ്വർത്ത് എത്ര പേര് കേട്ടിട്ടുണ്ട് സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച്? യെസ്, സ്മിത്ത് വിഗിൾസ്വർത്ത് വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയുന്ന പാർട്ടിയായിരുന്നു, എന്നെ പോലെ. സോ അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ ഒത്തിരി കൂടുതലാണ്. കാരണം ഈ മാറി നിന്ന് മറ്റൊന്ന് തരത്തിൽ ഡ്രാമ കളിക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പാസ്റ്റർമാർ ആ ലിസ്റ്റിലാണ് പെട്ടത്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഉള്ളത് ഉരുളയ്ക്കുപ്പേരി പോലെ നേരിട്ടങ്ങ് പറയുമായിരുന്നു. സ്തോത്രം. കർത്താവ് അങ്ങനെ മാറി നിന്നിങ്ങനെ പോളിഷ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും അവൻ ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. ഇന്നും ക്രൂശിക്കപ്പെടത്തുമില്ലായിരുന്നു. നമ്മളെല്ലാം അന്തസ്സായിട്ട് നരകത്തിലും പോകുമായിരുന്നു. മനസ്സിലായോ? ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു തുറന്നത്. അപ്പോൾ നോക്ക്, സ്തോത്രം. പക്ഷേ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഉള്ളതുപോലെ ഞാൻ ദൈവപുത്രൻ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്ത് അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ വിഗിൾസ്വർത്ത് വലിയൊരു വിരുന്നിന് വേണ്ടി ഇങ്ങനെ പോയി. അപ്പോൾ ലെസ്റ്റർ സംറോള് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. വിരുന്നിന് വേണ്ടി പോയപ്പോൾ വലിയൊരു പോർക്ക് എന്ന് പറഞ്ഞാൽ പന്നി, ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് പോർക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക, മുഴുവൻ പോർക്ക് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ വിഗിൾസ്വർത്തിനോട് പറഞ്ഞു, വിഗിൾസ്വർത്ത് പ്ലീസ് ബ്ലെസ് ഇറ്റ്. വിഗിൾസ്വർത്ത് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ പണ്ടേ നീ ശപിച്ചതിനെ നിനക്കിപ്പോൾ അനുഗ്രഹിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പണ്ടേ നീ പണ്ട് ശപിച്ചവനെ ഇപ്പം മനസ്സ് മാറി ഇപ്പം അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കിത് തോന്നുന്നില്ല, പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ദാറ്റ്സ് ഓൾ. അപ്പോൾ തോന്നിയ വഴിക്ക് ജീവിതം തിരിച്ചു വിട്ടിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന വേസ്റ്റാണ്. ദൈവം ഇല്ലാത്ത പരിപാടികൾ, ദൈവം ഇല്ലാത്ത കാര്യങ്ങളിൽ കയ്യും കാലും പോകല്ല. ദൈവം ഇല്ലാത്തതായി ദൈവത്തിൻ്റെ വഴിയിൽ നിന്നില്ലെങ്കിൽ അവിടെ സ്തോത്രം പിന്നെ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇതാർക്കോ ഉള്ള ഒരു വാണിംഗ് ആയിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അവരെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. പക്ഷേ അവന്മാർ പ്രാർത്ഥിച്ചില്ല. ആരാ? 3 തൂണുകളെന്നാണ് സ്തോത്രം പത്രോസ് അവരിൽ 2 പേരെക്കുറിച്ച് പിന്നത്തേതിൽ പറഞ്ഞത്. സ്തോത്രം ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യാക്കോബ് ഇടയ്ക്ക് വെച്ച് കൊന്നിട്ട് മറ്റൊരു യാക്കോബാണല്ലോ യെരുശലേം ചർച്ചിലെ സ്തോത്രം ബിഷപ്പായി വന്നത്. സോ ദേ വെർ ദ പില്ലേഴ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. നിങ്ങൾ ആരാണെങ്കിലും, എത്ര വലിയ വിളിയുള്ളവരാണെങ്കിലും, എത്ര പ്രസിദ്ധരാണെങ്കിലും, പ്രസംഗിച്ച് അങ്ങ് ജനത്തെ കയ്യിലെടുപ്പാൻ കഴിയുന്നവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊരു ശുദ്ധ പരാജയമാണ്. അതുകൊണ്ട് ഈ സ്തോത്രം പറയുന്നവരും സ്തോത്രം പറയാത്തവരും എല്ലാം ഇന്ന് രാത്രി നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് മുതൽ നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ പ്രശ്നം തീർന്നു. അന്ത്യകാലത്ത് ദൈവസഭയുടെ ബലമെന്ന് പറയുന്ന ഡോളറല്ല, ദിനാറല്ല, ഫോറിൻ ഫണ്ടല്ല, ബിൽഡിംഗ് അല്ല, സ്വാധീനമല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ തിരക്കാൻ പറ്റത്തുള്ളൂ. ഇവർ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് പത്രോസ് ജഡത്തിൽ പൊരുതി വാളെടുത്ത് സ്തോത്രം വെട്ടി. അതൊരു ശുദ്ധ പരാജയമായിരുന്നു. മാത്രമല്ല പത്രോസ് ഡിസ്റ്റൻസ് ഇട്ടാണ്, അകലം വിട്ട് യേശുവിനെ പിന്തുടർന്നു. നിങ്ങൾക്കറിയാം, അകലം വിട്ട് പിന്തുടർന്നു. നിങ്ങൾ അകലം വിട്ടല്ല യേശുവിനെ പിന്തുടരുന്നത്, നിങ്ങൾ കർത്താവിനോട് ചേർന്നാണ് നടക്കേണ്ടത്. ഈ അകലം വിട്ട് പിഞ്ചെന്ന പത്രോസ് പിന്നത്തേതിൽ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ്റെ കാൽച്ചുവടുകളെ നിങ്ങൾ പിന്തുടരണം. വായിച്ചിട്ടുണ്ടോ? 1 പത്രോസ് 2:21. 1 പത്രോസ് 2:20. അവൻ്റെ കാൽച്ചുവട്. അപ്പോൾ യേശു വലതുകാല് വെക്കുമ്പോൾ എൻ്റെ വലതുകാലം അടുത്ത് അവിടെ വെക്കണം, യേശുവിൻ്റെ ഇടതുകാല് വെച്ചെടുത്ത് എൻ്റെ ഇടതുകാല് വെക്കണം. അപ്പോൾ അങ്ങനെ യേശുവിനെ ക്ലോസ് ലുക്കായി നോക്കി ഞാനിങ്ങനെ പിന്തുടരണമെങ്കിൽ അകലം വിട്ട് പിഞ്ചെന്നാൽ പറ്റത്തില്ല, ക്ലോസ് ആയിട്ട് നടന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അകലം വിട്ട് പിഞ്ചെന്നതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിച്ചതായ പത്രോസ് പറയുന്നു, അത് അബദ്ധമായി പോയി.
പിന്നത്തേതിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും ഡിസ്റ്റൻസ് ഇട്ട് യേശു കർത്താവിൻ്റെ പിന്നാലെ നടന്നതാണ്. ഡിസ്റ്റൻസ് ഇട്ട് പിന്തുടർന്നാൽ പല ആൾക്കാർ, എനിക്കും യേശുവിനും മധ്യത്തിലുണ്ടായിരുന്നു, പടയാളികളുണ്ടായിരുന്നു, സേവകരുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ സ്തോത്രം യേശുവിനെ പിന്തുടർന്നത്. ക്രൈസിസ് ടൈം ആയാലും ഏത് സീസൺ ആണെങ്കിലും ഞാൻ അകലം വിട്ടല്ല യേശുവിനെ ഞാനും നീയും പിന്തുടരേണ്ടത്. അവൻ്റെ കാൽ ചുവടുകളിൽ തന്നെ എൻ്റെ പാദമായിരിക്കണം. സോ അപ്പോഴാണ് ദൈവകൃപയാൽ സ്തോത്രം ജയകരമായി എനിക്ക് മുന്നോട്ട് പോകാൻ തക്കോണം കഴിയുന്നത്. ഹല്ലേലൂയ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം ചെന്നിരുന്നതോ മഹാപുരോഹിതൻ്റെ മുറ്റത്ത് ചെന്ന് റോങ് സീറ്റിലായിരുന്നത്. ഒരു ശിഷ്യൻ ഇരിക്കേണ്ട ഒരു സീറ്റല്ല, തെറ്റായ സീറ്റാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ ഇരുന്നാൽ കൊള്ളാം, നല്ല തണുപ്പാണ്. പക്ഷേ ആ തീയുടെ അടുക്കലേക്ക് എങ്ങനെ ചേർന്നിരുന്നു? തണുപ്പിക്കുന്ന ലോകത്തിൽ തീയും വെച്ച് സാത്താൻ കാത്തിരിക്കുക നിന്നെ ചൂടാക്കാൻ. സ്തോത്രം. ആ സീറ്റിൽ ഇരുന്നത് കൊണ്ടാണ് പിന്നെ തള്ളി പറയേണ്ടി വന്നത്. റോങ് സീറ്റ് നമുക്ക് വേണ്ടത് മക്കളെ. റോങ് സീറ്റ്. ആ വീട്ടിൽ ചെന്നിരുന്ന് ആ ഫിലിം കണ്ട് മറ്റേത് അല്ലെങ്കിൽ ആ ആൾക്കാരെ കണ്ടുകൊണ്ടല്ലോ സ്തോത്രം തെറ്റായ സീൻ. ഇതെല്ലാം സ്തോത്രം തിരഞ്ഞെടുത്തത് അവിടെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് യേശു കർത്താവിനെ സ്തോത്രം തള്ളി പറഞ്ഞു. നിങ്ങൾക്കറിയാം, പ്രാർത്ഥിക്കാത്ത നാവ് കൊണ്ടാണ് അവൻ സ്തോത്രം തള്ളി പറഞ്ഞത്. എന്നിട്ട് ഈ പ്രാർത്ഥിക്കാത്ത യവന്മാരുണ്ടല്ലോ, ഈ 12 എണ്ണം, ഈ 3 എണ്ണം ഉൾപ്പെടെ ഉള്ളതായ 12 പേര്, അവർ ചെതറിപ്പോയി. ആകെ മൊത്തം ടോട്ടലായി ദൈവനാമം യവന്മാരിലൂടെ ഈ 12 പേരിലൂടെ ദൂഷിക്കപ്പെട്ടു. അവസാനം ഭയപ്പെട്ട് റൂമിനകത്ത് കയറിയിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ജനത്തിലായിരിക്കും പൊരുതുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അകലം വിട്ടാണ് പിന്തുടരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തെറ്റായ ചോയ്സസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവിനെ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ സ്കാറ്ററാകും, ചെതറിപ്പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് പകരം ദൈവനാമം നിങ്ങളിലൂടെ ദൂഷിക്കപ്പെടും. അതുകൊണ്ട് പ്ലീസ്, അവർക്ക് പറ്റിയതായ അബദ്ധം നിങ്ങൾക്ക് പറ്റാതെ ഇരുപ്പാൻ കർത്താവിൻ്റെ കൃപയാൽ ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ നിങ്ങൾ ജയിക്കുന്നത് ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. സ്തോത്രം. സോ അങ്ങനെ പ്രാർത്ഥനയുടെ ആഹ്വാനമാണ് വാച്ചസ് എന്ന് സ്തോത്രം നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 8 വാച്ചസ്, സ്തോത്രം, 8 യാമങ്ങൾ. എല്ലാം പറയാൻ നേരമില്ല. 3 യാമങ്ങളെക്കുറിച്ച് മാത്രം പെട്ടെന്ന് പറഞ്ഞ് സ്തോത്രം കൺക്ലൂഡ് ചെയ്യാം. 4 യാമം സെപ്പറേറ്റ് മെസ്സേജാണ്, ബിക്കോസ് ഇറ്റ്സ് റിയലി എ ലെങ്തി സ്റ്റഫ്. സ്തോത്രം. 1-ാമത്തെ യാമം ദിവസം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണെന്ന് ഞാൻ പറഞ്ഞു. സോ 1-ാമത്തെ യാമം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ളതായ സമയം. വൈകിട്ട് 6 മുതൽ 9 മണി വരെയുള്ളതായ സമയം. അതിൻ്റെ ഒരു പേരുണ്ട്, ഈവനിങ് വാച്ച് അഥവാ സന്ധ്യായാമം. ഈവനിങ് വാച്ച്, സന്ധ്യായാമം. എന്തുകൊണ്ടാണ് സന്ധ്യായാമം എന്ന് പറഞ്ഞിരിക്കുന്ന? വിച്ച് വാസ് ദ ബിഗിനിങ് അവർ ഓഫ് എ ഡേ. ഒരു ദിവസത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സ്തോത്രം ആ സമയത്താണ്. അപ്പോൾ സന്ധ്യാസമയം വരികയാണ്. സൂര്യൻ സ്തോത്രം പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇതാ ഇരുട്ട് വ്യാപിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇരുട്ട് വ്യാപിക്കുന്നു. നമ്മൾ വായിച്ചതായ ആ വാക്യത്തിൽ വിലാപങ്ങൾ പുസ്തകം 2:19 യാമ ആരംഭത്തിൽ ഞാൻ സ്തോത്രം യാമ ആരംഭത്തിങ്കൽ, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിൻ്റെ ഹൃദയം വെള്ളം പോലെ കർത്തൃ സന്നിധിയിൽ പകരുക എന്നാണ് പറയുന്നത്. യാമാരംഭത്തിങ്കൽ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എപ്പോഴാണ്? യാമത്തിൻ്റെ ഏതെങ്കിലും സമയത്തല്ല, യാമത്തിൻ്റെ അവസാനത്തിലല്ല, യാമത്തിൻ്റെ ആരംഭത്തിൽ. മീനിങ് 6 മണിയാകുമ്പോൾ, വൈകിട്ട് 6 മണിയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹൃദയം പകരുന്നു. ഹൃദയം പകരുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു പര്യായ പദമാണ് ഹൃദയം പകരുക. ഒരിക്കൽ കൂടെ, pouring our heart before God is called prayer. ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. 1 ശമൂവേൽ 1:15 ഹന്ന ഏലി പുരോഹിതൻ്റെ മുൻപിൽ നിന്ന് പറയുന്നു, അയ്യോ യജമാനനെ, എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയായിരുന്നു. സോ ഹന്നയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുകയാണ്. ഒരു ഗ്ലാസ്സിൽ, ഒരു പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളം ഒഴുകിക്കളയുന്നത് പോലെ മനുഷ്യൻ ആരോടും പറവാൻ കഴിയാത്തത്, മനുഷ്യനാരും കേൾക്കാനില്ലാത്തത്, ഒരിക്കൽ കൂടെ, മനുഷ്യനാരും കേൾക്കാനില്ലാത്ത കാര്യങ്ങൾ, മനുഷ്യനാരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, മനുഷ്യൻ്റെ മോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് മുൻപിൽ പകരുന്നതിൻ്റെ പേരത്തെ പ്രാർത്ഥന. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, കേട്ടിട്ട് എന്തോ പ്രയോജനം എന്ന് പറയുന്നതായ കാര്യങ്ങളെ ആരുടെ മുൻപിൽ പറയണം? കർത്താവിൻ്റെ മുൻപിൽ പകരണം.
സെയിം റെഫറൻസ് തന്നെ ആവർത്തിച്ചു പറയുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. 141 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 141 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സ്തോത്രം. 142 സങ്കീർത്തനം 142. കർത്താവേ സ്തോത്രം സഹായിക്കണേ. അപ്പോൾ 142 എൻ്റെ ഹൃദയം ദൈവസേന എൻ്റെ 2ാം വാക്യമാണോ? എൻ്റെ 2ാം വാക്യമാണോ? നോക്കിയേ. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. നോക്കിയേ, ഞാൻ അവൻ്റെ സന്നിധിയിൽ 142 സങ്കീർത്തനം 2ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടത്തെ ഞാൻ പകരുന്നു. സ്വഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ പകരുന്നു. സന്ധ്യയാകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ 1 യാമത്തിങ്കിൽ സന്ധ്യയാകുമ്പോൾ ദൈവസന്നിധിയിൽ പകരുന്നു. സന്ധ്യയിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? കേക്ക്. സന്ധ്യയിൽ നടന്ന കാര്യം, സന്ധ്യയാകുമ്പോൾ ഡീമണിക് മണ്ഡലങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ആക്ടിവേറ്റ് ആകുന്നു. പകല് അസ്തമിച്ചിട്ട് അല്ലെങ്കിൽ പകല് തീർന്നിട്ട് രാത്രിയാകുമ്പോൾ സ്തോത്രം, അതേ ചില ഇൻഫർമിറ്റീസ്, ചില രോഗങ്ങൾ, ചില ബലഹീനതകൾ, അത് പലത് ആക്ടിവേറ്റ് ആക്കും. മെഡിക്കൽ സയൻസ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? രാത്രിയാകുമ്പോൾ മെഡിക്കൽ സയൻസ് അത് പറയുന്നില്ലയോ? ഇല്ലെങ്കിൽ ഏതോ ദിവസം അത് പറയുന്നു. എവിടെ പറയുന്നു? ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 4:40 വായിക്കുമ്പോൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഫിസിഷ്യൻ തൻ്റെ രോഗശാന്തി ശുശ്രൂഷ കഫർനഹൂമിൽ ചെയ്യുകയാണ്. കഫർനഹൂമിൻ്റെ വേറൊരു പേരാണ്, അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം, ജീസസ് ടൗൺ. ജീസസ് ടൗൺ. സ്തോത്രം. നിങ്ങളുടെ ടൗൺ. നിങ്ങൾ ഏത് ടൗണിൽ നിന്നാണ് വന്നത്? സ്തോത്രം. അതാണ് നിങ്ങളുടെ ടൗൺ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ ടൗൺ. എന്നാൽ കഫർനഹൂം, നഹൂമിൻ്റെ പട്ടണമാണ് കഫർനഹൂം. സിൽക്ക് റോഡിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് കഫർനഹൂം. സിൽക്ക് റോഡിൽ മാർക്കോ പോളോയുടെ യാത്രയിൽ, ബാക്കി ചരിത്രം പഠിക്കുന്നവരോട് ചോദിക്കുക, മാർക്കോ പോളോയുടെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു റോഡാണ് അത് സിൽക്ക് റോഡ്. അത് ചൈനയിൽ നിന്ന് ആരംഭിച്ചതാണ്. സിൽക്ക് റോഡ് ഇൻ്റർനാഷണൽ ഒരു ജംഗ്ഷനാണ്. ആഫ്രിക്ക, അതുപോലെ യൂറോപ്പ്, ഏഷ്യ, ഇതിൻ്റെ ജംഗ്ഷനാണ് കഫർനഹൂം. അവിടെ ഉണ്ടായിരുന്ന ഭയങ്കര ധനവാന്മാരായിരുന്നു. ആ ധനവാന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഒന്നാമത്തെ സുവിശേഷം എഴുതിയ മത്തായി. ഒന്നാമത്തെ സുവിശേഷം എന്ന മത്തായി തുങ്കക്കാരനായിരുന്നു. സ്തോത്രം. കഫർനഹൂമിൽ നിന്ന് കിട്ടിയ നല്ല പണക്കാരനായിരുന്നു. ചില പ്രാസംഗികന്മാർ ശിഷ്യന്മാരെ, 12 അപ്പോസ്തലന്മാരെ പാപ്പരാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചു പരാജയപ്പെടുകയാണ്. പക്ഷെ ഒന്നും ഇല്ലാത്തവന്മാർ അല്ല യേശുവിൻ്റെ പിന്നാലെ കടന്നു പോയത്. അതേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നവരാണ് വേണ്ടെന്ന് വെച്ച് യേശുവിൻ്റെ പിന്നാലെ പോയത്. ഒരിക്കൽ കൂടെ ഒന്നുമില്ല, അതുകൊണ്ട് സുവിശേഷ വേല നോ 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 അതല്ല പരിപാടി. എല്ലാം ഉണ്ടെന്ന് വെച്ചവർ വേണ്ടെന്ന് പറഞ്ഞു പോയവരാണ് സുവിശേഷ വേല. സ്തോത്രം. ഹല്ലേലൂയ. സോ അത് വേറൊരു പ്രസംഗമാണ് 12 ശിഷ്യന്മാരെ കുറിച്ച്. പക്ഷേ സ്തോത്രം. അങ്ങനെ കഫർനഹൂമിൽ യേശു കർത്താവ് ഇതാ ശുശ്രൂഷിക്കുന്നതായ സമയത്ത് ലൂക്കോസ് 4:40 വായിച്ചാട്ടെ. ആ വാക്യം ശബ്ദമുയർത്തി എല്ലാവരും വായിക്ക്. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ ഓരോരുത്തരെയും കൈവച്ച് അവരെ സൗഖ്യമാക്കി. അപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോഴാണ് നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ. അപ്പോൾ ആ ദീനം ആക്ടിവേറ്റ് ആയത്, ആ ദീനം നല്ല എനർജറ്റിക് ആയത്, ആ ദീനം തലപ്പൊക്കിയത് എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചപ്പോഴാണ്. ഇരുട്ടായപ്പോൾ, ഹല്ലേലൂയ, ഇരുട്ടായപ്പോൾ രോഗങ്ങൾ തലപ്പൊക്കുന്നു. ഇരുട്ടാകുമ്പോൾ പലർക്ക് ഭയമുണ്ടാകുന്നു. ഇരുട്ടാകുമ്പോൾ പല ഡിപ്രഷൻ കൂടുന്നു. ഇരുട്ടാകുമ്പോൾ പല സ്തോത്രം പ്രോബ്ലംസ് വർദ്ധിക്കുന്നു. ഇന്ന് നിങ്ങൾ പാശ്ചാത്യ ദേശങ്ങളിൽ യാത്ര ചെയ്താൽ, യൂറോപ്പിൽ പോയാൽ, അമേരിക്കയിൽ പോയാൽ, സ്തോത്രം, വിൻ്റർ സീസൺ ഇരുട്ട് കൂടുതലാണ്. സമ്മർ സീസൺ പകൽ കൂടുതലാണ്. വിൻ്റർ സീസണിൽ ഇരുട്ട് കൂടുതലാണ്. കാനഡ തുടങ്ങി അമേരിക്ക, കാനഡ, അതുപോലെ സ്കാൻഡിനേവിയൻ നേഷൻസ്, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ, സ്തോത്രം, വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഇരുട്ട് കൂടുതലാണ്. നമ്മുടെ ദേശത്ത് പോലെ അങ്ങനെയാണ്. നമ്മുടെ ദേശത്ത് പോലെ അങ്ങനെയാണ്. ആ മാർച്ച് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മാർച്ചിന് മുമ്പ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ 6 മണിയാകുമ്പോൾ തന്നെ പെട്ടെന്ന് നേരെ ഇരുട്ടും. കണ്ടിട്ടില്ലേ? ചേടാ, ഒന്നും കണ്ടിട്ടില്ല. ഇനിയെങ്കിലും നോക്കണം, ഇനിയെങ്കിലും കണ്ണെന്ന് പറഞ്ഞ് നോക്കണം. ടി വിയുടെ മുമ്പിൽ മറ്റേ ഡിജിറ്റൽ സ്ക്രീനിൽ ചൊറിഞ്ഞിട്ടിരുന്നാൽ സ്തോത്രം ജീവിതം ശരിയാകത്തില്ല. നോക്കണം എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക. പക്ഷേ അതേ സമയത്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമ്മർ സീസണിൽ ഡേ ടൈം കൂടുതലായിരിക്കും. സൂര്യൻ അസ്തമിക്കുന്നത് താമസിച്ചാണ്. അപ്പോൾ ഡേ പ്രകാശമുള്ള സമയം, ഡേ ടൈം കൂടുതലായിരിക്കും സമ്മർ സീസണിൽ. വിൻ്റർ സീസണിൽ സ്തോത്രം നൈറ്റായിരിക്കും കൂടുതൽ. നമ്മുടെ ദേശത്ത് പോലെ സ്ലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂർ മാത്രം, അല്ലെങ്കിൽ ഈവൻ 1 മണിക്കൂർ പോലും സ്തോത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന സമയമുണ്ട്.
വിൻ്റർ സീസണിൽ അത്രേ കിട്ടത്തുള്ളൂ. ഈവൻ ചില സ്ഥലങ്ങൾ, നിങ്ങൾക്ക് സ്കാൻഡിനേവിയൻ നേഷൻസിലുള്ള ചില സ്ഥലങ്ങൾ സ്തോത്രം ചില മിനിറ്റുകൾ, ചുരുക്കം ചില മിനിറ്റ് മാത്രമേ സൂര്യനെ കാണാൻ പറ്റത്തുള്ളൂ. ഈവൻ മച്ച് മോർ ദാൻ ദാറ്റ്. ചിലപ്പോൾ സൂര്യനെ കാണാൻ കഴിയാത്ത ദേശങ്ങൾ കാണും. അതേസമയത്ത് നേരെ മറിച്ച് 6 മണിക്ക് 6 മാസം സൂര്യനെ കാണാതെ കിടക്കുന്നെങ്കിൽ സമ്മർ വരുമ്പോൾ ഇന്നാ പിടിച്ചോ 6 മാസം മുഴുവൻ സ്തോത്രം സൂര്യൻ പ്രകാശത്തെ നിൽക്കും. രാത്രിയില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. നല്ല കൊച്ചുവെളുപ്പം കാലം 3:30 മണിയായപ്പോൾ അയ്യോ നല്ല വെയിൽ വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വാച്ച് നോക്കിയപ്പോൾ രാവിലെ 4:10. അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്, വെളിച്ചം. സൂര്യൻ കള്ളം പറയും, സൂര്യനെ സൃഷ്ടിച്ച ദൈവം കള്ളം പറയുകയില്ല. സോ എൻ്റെ പോയിൻ്റ് ഇതാണ്, രാത്രിയാകുമ്പോൾ തലപ്പൊക്കം. സോ ആ രാത്രി ഇത്രയും വലിയ ലോങ് ടൈം, ആഴ്ചകൾ, മാസങ്ങൾ ഇരുട്ടിങ്ങനെ വ്യാപിക്കുമ്പോൾ ആൾക്കാർ ഒത്തിരി പേര് നിരാശയിൽ പോകാറുണ്ട്, ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ആത്മഹത്യാ നിരക്കുകൾ കൂടുതലായിരിക്കും. ഇന്ന് ലോകത്ത് നടന്നിട്ടിരിക്കുന്നതാണ്. പാശ്ചാത്യ ദേശത്ത് രാത്രി കൂടുതലാകുമ്പോൾ മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. രാത്രിയിൽ ചലിക്കുന്ന ഡീമണിക് മണ്ഡലങ്ങളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്, അവർ ആക്ടിവേറ്റാണ്. സ്തോത്രം. ലൂക്കോസ് 4:40 പറയുന്നു, സത്താൻ ഇത് നിന്റെ നേരെ നീ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ കർത്താവ് ചുമ്മാ ഇരുന്നില്ല. 4:40 യേശു പറയും, എങ്കിൽ പിന്നെ ഇപ്പം കാണണം, വാ ഞാൻ ആ വ്യാധികൾ പിടിച്ച ദീനക്കാരൊക്കെ വാ. അവരൊക്കെ കർത്താവ് എന്ത് ചെയ്തു? അവരെ കൈവച്ച് സൗഖ്യമാക്കി. ആ രാത്രിയിൽ യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ചലിച്ചു. സ്തോത്രം. അവൻ രോഗികളെ സൗഖ്യമാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതെ, കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട ഒരു സമയമായിരുന്നു സന്ധ്യാസമയം. 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഫസ്റ്റ് വാച്ച്, സന്ധ്യായാമം അല്ലെങ്കിൽ ഈവനിങ് വാച്ച്. ഈവനിങ് വാച്ച്, അതിൻ്റെ പേരാണ് ഈവനിങ് വാച്ച് അല്ലെങ്കിൽ സന്ധ്യായാമം. സന്ധ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? പവർ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുന്ന ടൈമാണത്. പവർ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണത്. പവർ മാനിഫെസ്റ്റേഷൻ, സ്തോത്രം. ദൈവശക്തി പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണത്. ദൈവശക്തി വ്യാപിക്കുന്ന ഒരു സമയമാണത്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കൺവെൻഷൻസിന്, എത്രയോ സുവിശേഷ യോഗങ്ങളിൽ 6 മണി മുതൽ 9 മണി വരെയുള്ള ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ജനത്തിലേക്ക് ദൈവത്തിൻ്റെ അതേ ശക്തി വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കോണം ദൈവം നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായ സ്തോത്രം. കരങ്ങളെ അടിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യെസ്. ചുമ്മാതല്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്ത് നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരെ ഒക്കെയും കർത്താവ് സൗഖ്യമാക്കി. ഇത് ദുരാത്മാവിൻ്റെ സമയമല്ല, ഇത് എൻ്റെ ശക്തി വ്യാപരിക്കുന്ന സമയമെന്ന് കർത്താവ് തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് വെറുതെ ഇരിക്കല്ല. സൂര്യൻ അസ്തമിച്ചു വരുമ്പോൾ തന്നെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ ശക്തി വ്യാപിക്കുന്നത് തന്നെയായിരിക്കും. സന്ധ്യാസമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. കഫർനഹൂമിൽ ചലിച്ച കർത്താവേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ, രോഗികളെ സൗഖ്യമാകട്ടെ. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു, എന്നാൽ നീതി സൂര്യൻ അസ്തമയമില്ലാത്തവനായി, അസ്തമിക്കാത്ത നീതി സൂര്യൻ ഞങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. അങ്ങയുടെ ശക്തി, അങ്ങയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപയാൽ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, ഗാളി പ്രൊട്ടക്ഷനിൽ നിങ്ങൾ കയറേണ്ട സമയമാണ്. സ്തോത്രം. ഏത്? ഈ സന്ധ്യായാമം അഥവാ ഈവനിങ് വാച്ച്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ അനുഭവിക്കേണ്ട സമയമാണ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ, ദൈവത്തിൻ്റെ കൊടക്കീഴിൽ കയറേണ്ടതായ സമയമാണ് അത്. കാര്യം എന്ത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിച്ച്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം. സ്തോത്രം. അതെ, 6-ാം വാക്യം. അതെ, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. അതായത് പാസ് ഓവർ ലാമ്പ്, പെസഹ കുഞ്ഞാട്. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. എന്നാ കിട്ടിയത്? 10-ാം തീയതിയാണ് കിട്ടിയത്. 4 ദിവസം അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. മനസ്സിലായ കാര്യങ്ങൾ ഉയർത്തിയ മക്കളെ? സന്ധ്യാസമയത്താണ് പാസ് ഓവർ ലാമ്പിനെ അറുക്കേണ്ടത്. 23-ാം വാക്യം കൂടെ കാണിച്ചു മോനെ. സ്തോത്രം. സന്ധ്യാസമയത്താണ് പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും
കട്ടൽക്കാൽമേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് സംഹാരം വരുവാൻ സമ്മതിക്കുകയുമില്ല. അപ്പോൾ സന്ധ്യാസമയത്ത് പാസ്ഓവർ ലാംബ്, പെസഹ കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ മാംസം, സ്തോത്രം, അത് ചുട്ട് തിന്നണം എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ രക്തം എന്ത് ചെയ്യണം? രക്തം ഭക്ഷിക്കാൻ പാടില്ല, രക്തം ഭക്ഷിക്കാൻ പാടില്ല. കർത്താവ് വിവരമുള്ളവനാണ്, ജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ്. കർത്താവ് സർവജ്ഞാനി ആയതുകൊണ്ട് രക്തം കഴിക്കല്ല. എന്താ രക്തം കഴിക്കല്ലെന്ന് പറഞ്ഞാൽ? കാരണം രക്തത്തിലാണ് കൊളസ്ട്രോൾ. മെഡിക്കൽ സയൻസ് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചത്, സ്തോത്രം. പക്ഷേ കർത്താവിന് കണ്ടുപിടുത്തമായി ഒന്നുമില്ല. ഒരിക്കൽ കൂടെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചിട്ട് കർത്താവേ ഇതോ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയാം, നീ ഇപ്പോഴല്ലേ കണ്ടത്, ഞാനിതിന് പണ്ടേ ഉണ്ടാക്കിയതാ. റിലേറ്റിവിറ്റി നീ ഇപ്പോഴല്ലേ കണ്ട, ഞാനിത് ഉണ്ടാക്കിയതാ, ഞാനിതിൻ്റെ ഉടമസ്ഥനാ, ഞാനിതിൻ്റെ എല്ലാം CEO എന്ന് ദൈവം പറയും. സ്തോത്രം. അപ്പോൾ കർത്താവ്, സ്തോത്രം, രക്തം ഭക്ഷിക്കില്ലെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടായി നേരത്തെ തട്ടിപ്പോകും. അതുകൊണ്ടാണ് രക്തം ഭക്ഷിക്കില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ സ്തോത്രം, സന്ധ്യാസമയത്ത് പാസ്ഓവർ ലാമ്പിനെ കൊന്നിട്ട്, പെസഹ കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ കട്ടലക്കാലുമേലും കുറുമ്പടിമേലും അതിൻ്റെ രക്തം പൂശി ജനം, സ്തോത്രം, അകത്ത് കയറുകയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്. സന്ധ്യാസമയമാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്തത്താൽ മറഞ്ഞാട്ടെ. ഞാൻ ഒരു കാര്യം വളരെ താഴ്മയോടെ പറയാം, വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കേണ്ടത് രാത്രി 10 മണിക്കല്ല, കോട്ടുവായി ഇടുന്ന സമയത്തല്ല വീട്ടു പ്രാർത്ഥന നടക്കേണ്ടത്. റിപ്പന്റ് ടു നൈറ്റ്. ആൾട്ടറുകളുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്, മുന്നോട്ട് വിളിച്ചു പാപിയേ മാനസാന്തരപ്പെടുക എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. കോട്ടുവായി ഇടുന്ന സമയത്ത് രാത്രി 10 മണിക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവിന് കോട്ടുവായിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കർത്താവ് എന്തോ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. സന്ധ്യായാഗത്തിങ്കൽ പാസ്ഓവറിനെ അറുക്കേണ്ടത്, യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലതിനെയും മറക്കേണ്ടത്, വാഹനങ്ങളെ മറക്കേണ്ടത്, യാത്രകളെ മറക്കേണ്ടത്, വരുമാനങ്ങളെ മറക്കേണ്ടത്, ആരോഗ്യത്തെ മറക്കേണ്ടത്, എക്സെട്രാ മക്കളെ മറക്കേണ്ടത് സന്ധ്യാസമയത്താണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ചെയ്യേണ്ട നേരത്തെ ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞേ. ചെയ്യേണ്ട നേരത്ത് ചെയ്യണം. അല്ല, കൊയ്ത്തിൻ്റെ നേരത്തല്ല വിത്ത് വിതയ്ക്കേണ്ടത്. ചെയ്യേണ്ട നേരത്തെ സന്ധ്യാസമയമാകുമ്പോൾ സന്ധ്യകാലമായിതാ എൻ ബന്ധുവാം ശ്രീ യേശുവേ. ആ പാട്ടിനായി സ്തോത്രം. എത്ര പേർക്ക് ആ പാട്ട് അറിയാമെന്നുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അറിയാമെന്നുള്ളവർ സന്ധ്യകാലമായി അറിഞ്ഞുകൂടാത്തവരുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. അറിഞ്ഞുകൂടാത്തവർ ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയത്തില്ല കേട്ടോ. ഭൂരിപക്ഷം ഒരു ട്യൂഷൻ വെക്കണം. ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയത്തില്ല. എൻ്റെ ദൈവമേ നാണക്കേട്. സ്തോത്രം. അതെ, ഇനി കൊയർ മാസ്റ്റർ അടുത്ത് പറയണം, നിങ്ങൾ കൊയർ പ്രാക്ടീസിന് എല്ലാവരും പോകണം. എന്നിട്ട് പറയണം ഈ പാട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയണം. അതുപോലെ ഇന്നു പകൽ മുഴുവൻ, എത്ര പേർക്കറിയാം ഇന്നു പകൽ മുഴുവൻ? ഈ 2 പാട്ടും പാടേണ്ടത് രാത്രി 10 മണിക്കല്ല. ഹല്ലേലൂയ. രാത്രി 10 മണിക്ക് സീരിയലെല്ലാം തീർന്ന്, IPL എല്ലാം അവസാനിച്ച്, വാർത്തയെല്ലാം കേട്ട്, അത് വാർത്ത കേൾക്കുന്നതിനോ കയ്യും കണക്കുമില്ല. ഒരു വാർത്ത തന്നെ ഒരു ചാനലിൽ കേട്ട്, പിന്നെ മറ്റേ ചാനലിൽ കേട്ട്, പിന്നെ അടുത്ത ചാനലിൽ കേട്ട്. അല്ലെങ്കിൽ മറ്റേ അവർ പിണങ്ങത്തില്ലയോ മറ്റേ ചാനലുകാരെ? സെയിം തിങ്ങാണ് കേൾക്കുന്നത്. എത്ര പ്രാവശ്യം വീട്ടിൽ സുനിത വില്യംസ് ഇറങ്ങിപ്പോ? ഹലോ, എത്ര പ്രാവശ്യം? പുള്ളിക്കാരി ഇന്നലെ രാവിലെ 4 മണിക്കാ. എത്ര പ്രാവശ്യം വീട്ടിൽ ഇറങ്ങി? സ്തോത്രം. ഒന്ന് കേട്ടാൽ പോരിയോ? പോട്ടെ, ഹെഡ്ലൈൻസ് മാത്രം, എന്നെ പോലെ ഹെഡ്ലൈൻസ് മാത്രം കേട്ടാൽ പോരിയോ? എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങേണ്ട ശബ്ദം വാർത്താ ശബ്ദമല്ല. ക്യാമറ ഉള്ളതുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങേണ്ട ശബ്ദം പ്രാർത്ഥനാ ശബ്ദമായിരിക്കട്ടെ. ഉഷകാല രാവിലെ, അത് അടുത്ത യാമം പറയുമ്പോൾ പറയാം. സ്തോത്രം. സന്ധ്യകാലം, സന്ധ്യാസമയത്താണ്. സ്തോത്രം. സന്ധ്യായാഗത്തെങ്കിലാണ് പാസ്ഓവർ ലാമ്പ് കൊല്ലപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഫാമിലി പ്രേയറായി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. സന്ധ്യ മയങ്ങി വരുമ്പോൾ യാമ ആരംഭത്തിങ്കൽ പ്ലീസ്. സ്തോത്രം. വിലാപങ്ങൾ 2:19 യാമ ആരംഭത്തിങ്കൽ. ശബ്ദം ഉയർത്തി പറഞ്ഞ എപ്പോഴാണ്? യാമ ആരംഭത്തിങ്കലാണ് ദൈവകൃപയാൽ സ്തോത്രം നടക്കേണ്ടത്. കാരണം കർത്താവിൻ്റെ മക്കളെ നോക്കി കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ മക്കൾ എന്ന് പറയുന്നതിനേക്കാൾ കർത്താവിൻ്റെ ആലയത്തെ നോക്കി കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ആലയങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തെ നോക്കി സിംഗുലർ, കർത്താവിൻ്റെ ആലയത്തെ നോക്കി പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം.
എൻ്റെ ആലയം പ്രസംഗം കേൾക്കുന്ന ആലയം എന്നല്ല, എൻ്റെ ആലയം പ്രസംഗിക്കുന്ന ആലയമല്ല, എൻ്റെ ആലയം അത്ഭുതങ്ങളെ അടയാളങ്ങൾ വിവിധ വീരപ്രവൃത്തികളുടെ ആലയം എന്നല്ല, എൻ്റെ ആലയം പ്രവചനത്തിൻ്റെ ആലയം എന്നല്ല. യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം. എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, ക്രിസ്തീയ ജീവിതത്തിൽ എത്രത്തോളം സമയം പ്രസംഗം കേൾക്കുന്നു എന്നല്ല, ദ വോളിയം ഓഫ് പ്രേയർ, എത്ര നേരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്രത്തോളമാണ് നിങ്ങളുടെ സ്തോത്രം ആത്മീയ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ പല ദൈവമക്കൾ 24 മണിക്കൂർ ഇങ്ങനെ പ്രസംഗം കേൾക്കാറുണ്ട്. നത്തിങ് റോങ്. ഞാനത് കുറ്റമല്ല പറയുന്നത്. ആരൊക്കെയോ വന്ന് ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പറയും, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടാണ് ഉറങ്ങുന്നത്, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടാണ് ഉണരുന്നത്. അത് എന്നോടുള്ള സ്നേഹമോ പ്രേമോ കൊണ്ടല്ല, ദൈവത്തോടുള്ള സ്നേഹത്തിലും സ്തോത്രം ദൈവസ്നേഹത്തിലായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ ശബ്ദം ലോകത്തിൽ എങ്ങാണ്ട് കേൾക്കുന്നുണ്ട്. നല്ല കാര്യം, ഓക്കെ, അതെല്ലാം പദവികളാണ്, ദൈവം നമ്മെ ഉപയോഗിക്കുന്ന വിധങ്ങളാണ്. പക്ഷേ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതവൻ്റെ ശബ്ദം കേട്ടാലും നിങ്ങളുടെ ശബ്ദം എത്രത്തോളം ദൈവം കേൾക്കുന്നു. അവിടെ നമ്മൾ തെറ്റി. നിങ്ങൾ വല്ലവൻ്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ശബ്ദം എത്രത്തോളം സ്വർഗത്തിലേക്ക് ഉയരുന്നു. നിങ്ങളുടെ ശബ്ദം ദൈവത്തെങ്കിലേക്ക് ഉയർന്നാലല്ലേ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യൂട്യൂബ് പറയുന്നു, പിശാച് വന്ന് യേശു കർത്താവിനെ പരീക്ഷിച്ച സമയത്ത് ഫേസ്ബുക്ക് പറയുന്നു, യൂട്യൂബ് പറയുന്നു എന്നല്ല യേശുപ്പച്ചൻ പറഞ്ഞത്. ഇറ്റ് ഈസ് റിട്ടൺ. അല്ലാതെ ടെംപ്റ്റേഷൻ വരുമ്പോൾ ബ്രദർ സുരേഷ് ബാബുവിൻ്റെ സ്പിരിച്വൽ വാർഫെയറിൻ്റെ സീരീസ് നോ, നടക്കത്തില്ല മക്കളെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം എത്രത്തോളം നിങ്ങൾ കേൾക്കുന്നു അത്രത്തോളമാണ് സ്തോത്രം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻ ജീസസ് നെയിം. സന്ധ്യാസമയത്ത് അവൻ്റെ രക്തത്തിൻ മറവിൽ മറയുക, അങ്ങാണ് എൻ്റെ പാസ്ഓവർ ലാംബ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാക്യം കാണാതെ. സ്തോത്രം. അതെ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമ്മുടെ പെസഹ കുഞ്ഞാട്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 5:7 തോന്നുന്നു. സ്തോത്രം. അതെ, കർത്താവ് നമുക്ക് വേണ്ടി, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമ്മുടെ പെസഹ കുഞ്ഞാണ്. സ്തോത്രം. സന്ധ്യാസമയം. നമ്പർ 2, എൻ്റെ ദൈവമേ തീരത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ യാഗമായി പറയുന്ന നൈറ്റ് വാച്ച്. സ്തോത്രം. രണ്ടാമത്തെ യാമം നൈറ്റ് വാച്ച്. സ്തോത്രം. രാത്രി 9 മണി മുതൽ മിഡ് നൈറ്റ് 12 മണി വരെ, 9 PM to 12 AM. ഹല്ലേലൂയ. നൈറ്റ് വാച്ച്, രാത്രിയാമം. രാത്രിയാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഓഫ് വിസിറ്റേഷൻ. സ്തോത്രം. സന്ദർശനത്തിൻ്റെ സമയമാണ്. പല സമയത്ത് കർത്താവ് ജനത്തെ സന്ദർശിച്ചത് ആ സമയത്താണ്. സന്ദർശനത്തിൻ്റെ ഒരു സമയമാണ് അത്. സ്തോത്രം. ഹല്ലേലൂയ. സന്ദർശനത്തിൻ്റെ സമയമാണ് അത്. മാത്രമല്ല, കോമന്റ് എഴുത്. സ്തോത്രം. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമുണ്ടെന്ന് അറിയത്തില്ല. മാത്രമല്ല, ഇറ്റ്സ് എ ടൈം ഓഫ് ഡെസ്റ്റിനേഷൻ. നിങ്ങൾ എവിടെ എത്തിച്ചേരും എന്ന് സ്തോത്രം വെളിപ്പെടുന്നത് ആ സമയത്താണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എവിടെയായിത്തീരും എന്ന നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ സ്തോത്രം ലക്ഷ്യം വെളിപ്പെടുന്നത് ആ സമയത്തുള്ള ദൈവിക കൂട്ടായ്മയും വചനധ്യാനവും ഒക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ മേലെ പോകൂ, നിങ്ങൾ താഴെ പോകൂ, നിങ്ങൾ ജയിക്കുമോ നിങ്ങൾ തോക്കുമോ എന്നറിയുന്നത് രാത്രി 9 മണി മുതൽ 12 മണി വരെയുള്ളതായ ആ സമയത്താണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. ഏത് വായിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. കാരണം ധാരാളമുണ്ട്. മത്തായി സുവിശേഷം 26-ാം 40-ാം വാക്യം. മത്തായി സുവിശേഷം 26-ാം 40-ാം വാക്യം. മത്തായി 26:40. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത് 2-ാം യാമത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്. 2-ാം യാമത്തിലാണ് യേശു കർത്താവ് സ്തോത്രം അതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരിക്കൽ കൂടെ, 2-ാം യാമത്തിലാണ് യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിക്ക് ശേഷം. രാത്രി 9 മണിക്കും 12 മണിക്കും, രാത്രി അർദ്ധരാത്രി 12 മണിക്ക് മുമ്പ്, രാത്രി 9 മണിക്ക് ശേഷം. ഒരിക്കൽ കൂടെ, രാത്രി 9 മണിക്ക് ശേഷം അർദ്ധരാത്രി 12 മണിക്ക് ഇടയ്ക്കാണ് യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന അവസാനത്തെ സെൻറ്റൻസുകളിൽ ഒന്നാണ്, ഒരു നാഴിക പോലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. സോ അവർ ചെതറിപ്പോയി. ദൈവനാമം അവരിലൂടെ ദൂഷിക്കപ്പെട്ടു. പത്രോസ് പോയി സ്തോത്രം തള്ളിപ്പറഞ്ഞു. അതിനു മുമ്പ് വാളെടുത്ത് അതേ മൽക്കോസ് എന്ന് പേരുള്ളതായ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി. ഈ പരിപാടികൾ അവൻ്റെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അവൻ്റെ ഡെസ്റ്റിനി എന്തെന്ന് തെളിയിക്കപ്പെട്ടത് അത് സ്തോത്രം 2-ാമത്തെ ഈ യാമത്തിലാണ്. സ്തോത്രം. സോ യേശു കർത്താവുമായ ബന്ധത്തിൽ
അതെ, 2-ാം യാമം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന്. ഇനി വേറെ കാര്യം, സ്തോത്രം, ഡെസ്റ്റിനി എന്ന് ഞാൻ പറഞ്ഞു, ലക്ഷ്യമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞാട്ടെ, ലക്ഷ്യം. ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈം. സ്തോത്രം, ലക്ഷ്യം. യാക്കോബേ, അബ്രഹാമിൻ്റെ കൊച്ചുമകനാകുന്ന യാക്കോബേ, അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബേ, നിനക്ക് ഈ 2-ാം യാമം നിനക്ക് ലൈഫിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12 വാക്യം നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 28:12. ഉൽപ്പത്തി 28:12. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരുന്ന ഒരു ഗോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അവനൊരു സ്വപ്നം കണ്ടു. അവനൊരു സ്വപ്നം കാണാൻ അവൻ ഉറങ്ങിയത് അപ്പോഴായിരിക്കും. അർദ്ധരാത്രിക്ക് മുമ്പ് ന്യായമായിട്ടും അവൻ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം, വേദപുസ്തക നാളുകളിൽ നേരത്തെ വീട്ടിലെത്തും, നേരത്തെ ഉറങ്ങും. ഒരിക്കൽ കൂടെ, വേദപുസ്തക നാളുകളിൽ നേരത്തെ വീട്ടിലെത്തും, നേരത്തെ ഉറങ്ങും. സ്തോത്രം. തുറച്ചു നോക്കുക നിങ്ങൾ. പകൽ യാമങ്ങൾ പറയുമ്പോൾ പറയാം, കർത്താവ് 4 മണിയാകുമ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ എത്തുമായിരുന്നു. നമ്മൾ 5:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. മനസ്സിലായോ? സ്തോത്രം. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് അന്ന് വീട്ടിലെത്തി എവിടെയെങ്കിലും കയറി പാർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉള്ളത്. യാക്കോബിന് ഒരു വലിയ സ്വപ്നം കണ്ടു. അത് വന്ന് ചെറിയൊരു സ്വപ്നമല്ല, യാക്കോബിൻ്റെ ലൈഫിനെ ആകെ മൊത്തം മാറ്റിമറിച്ച ഒരു സ്വപ്നമായിരുന്നു അത്. യാക്കോബിൻ്റെ ഏറ്റവും വലിയ ഒരു വാഗ്ദത്തത്തിൻ്റെ സ്വപ്നമായിരുന്നു അത്. നിങ്ങൾക്കറിയാം, യാക്കോബ് പിന്നത്തേതിൽ ഇസ്രായേലായിത്തീർന്നു. ആ ഇസ്രായേൽ ഇന്നും മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ആ ഗോവേണിയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. ഇന്നും തലമുറകൾ, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും അവൻ മേൽക്ക് മേൽ പ്രബലപ്പെടുന്ന ഗോവേണിയെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നം ഇനി 3-ാം യാമത്തിൽ പോട്ടെ, 4-ാം യാമത്തിൽ കണ്ടെന്ന് പറഞ്ഞാലും 2-ാം യാമത്തിൽ അവൻ എങ്ങനെ കിടന്നു എന്നത് ആശ്രയിച്ചാണ് പിന്നെ അവൻ സ്വപ്നം കണ്ടത്. 2-ാം യാമത്തിൽ അവൻ എങ്ങനെയാണ് കിടന്നത്? അവൻ വന്നത്, സ്തോത്രം, മോശം സാഹചര്യമാണ്. ഒരു വല്ലാത്ത ദിവസമായിപ്പോയെന്ന്, ഒരു വല്ലാത്ത ദിവസമായിപ്പോയി. യാക്കോബ് പറയാൻ, എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയാനകരമായ, ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസമായിരിക്കും അന്ന്. കാരണം കൊടുത്ത അനുഗ്രഹം അപ്പൻ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. കൊടുത്ത അനുഗ്രഹം അപ്പൻ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ചു. ജ്യേഷ്ഠൻ കൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞു, മക്കളെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട് എന്ന് പറഞ്ഞു. കുഞ്ഞെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നു പറഞ്ഞ് അമ്മ, സ്തോത്രം, അവനെ ദൂരേക്ക് പറഞ്ഞു വിടുന്നു. സ്വന്തം വീട് തനിക്കെതിരെ അടയുന്നു. വീട് തനിക്കെതിരെ അടഞ്ഞ ദിവസം, അപ്പൻ, സ്തോത്രം, കൊടുത്ത അനുഗ്രഹം തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം, സ്വന്തം സഹോദരൻ അതെ ശത്രുവായി തീർന്നതായ ദിവസം, സ്വന്തം അമ്മയ്ക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത ദിവസം, എത്രയോ വാതിലുകൾ അടഞ്ഞ ദിവസം, എത്രയോ വാതിലുകൾ അടഞ്ഞ ദിവസം. പക്ഷേ അവിടെ ഞാൻ കണ്ട ഒരു പ്ലസ് പോയിൻ്റ്, അവൻ്റെ തല ഒരു കല്ലേൽ വെച്ചു. തല എവിടെ വെച്ചു? മക്കളെ പറ. ഫേസ്ബുക്കിലല്ല തല വെച്ച്, പറ, ശബ്ദം ഉയർത്തി പറ. തല എവിടെ വെച്ചു? വാട്സപ്പിലല്ല, ശബ്ദം ഉയർത്തി പറ. തല എവിടെ വെച്ചു? കല്ലേ വെച്ചു. തല കല്ലിൽ വെച്ചാൽ, തല പാറയിൽ വെച്ചാൽ, ആ പാറ ക്രിസ്തുവ. തല വല്ലവർക്കും കൊടുക്കല്ല, തല തിന്നാൻ വേറെ വല്ലവനും കൊടുക്കല്ല, തല വല്ലവർക്കും കൊടുക്കല്ല. നിങ്ങൾ മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. തല വല്ലവരും അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, തല വേറെ വല്ലവരും തിന്നരുത്. പറഞ്ഞേ, തല വേറെ വല്ലവരും തിന്നരുത്. അസഹ്യപ്പെടുത്തി, അവൾ അസഹ്യപ്പെടുത്തി. പറ 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 പറ. പാവം, അവന് സ്വസ്ഥത കൊടുത്തില്ല. പുള്ളി ഭയങ്കര സ്ട്രോങ്ങാ. കുന്നൊന്ന്, കുന്ന് രണ്ട്, ഭയങ്കര ചാമ്പ്യനാണ്. നാട്ടിൽ ഭയങ്കര സക്സസ്സാ. പക്ഷെ വന്ന് ഇങ്ങനെ ഉറങ്ങാനായിട്ട് ക്ഷീണിച്ച് ഉറങ്ങാൻ. പറ 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 പറ. തല തിന്നുകയാണ്. യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ ഞെട്ടിയവർക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. തല തിന്നുകയാണ്, അസഖ്യപ്പെടുത്തുക. സുഹൃത്ത് ഏതാണ്ട് പറയുന്നുണ്ട്, സ്തോത്രം, തല തിന്നുകയാണ്. പക്ഷെ യാക്കോബ് തല തിന്നാൻ കൊടുത്തില്ല. അപ്പനെ എനിക്കെതിരായത്, ജ്യേഷ്ഠൻ ശത്രുവായത്, അമ്മയ്ക്ക് കൈ കഴുകിയത്, സ്തോത്രം, വീടെതിരായിത്തീരുന്നത്, അതിലൊന്നും ഡിപ്രഷനിൽ അവൻ കയറിയില്ല, സെൽപ്പിറ്റിയിൽ കയറിയില്ല. തല കർത്താവിൽ കൊടുത്തപ്പോൾ സ്വർഗം തുറന്നു. തല കർത്താവിന് കൊടുത്തപ്പോയോ സ്വർഗം തുറന്നു. സോ നിനക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുന്ന പാസ്വേഡാണ് ജീസസ്. സ്വർഗത്തെ തുറക്കുന്ന പാസ്വേഡാണ് ജീസസ്. പിള്ളേർ പോലും ആമേൻ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ
ഹല്ലേലൂയ. അപ്പോഴാണ് സ്വർഗം തുറന്ന് യാക്കോബിൻ്റെ ഗോവേണി അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നത്. നമ്മളെല്ലാവരും യാക്കോബിൻ്റെ ഗോവേണി എന്ന് പറയുക ആക്ച്വലി യഹോവയുടെ ഗോവേണി അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം. അപ്പോൾ രണ്ടാം യാമത്തിൽ എങ്ങനെയാണോ തൻ്റെ ലൈഫിൻ്റെ ഡെസ്റ്റിനി ആകണമെന്ന്, ലക്ഷ്യമാകണമെന്ന് തീരുമാനിച്ചത്, അതനുസരിച്ചാണ് അവൻ്റെ ലക്ഷ്യം വെളിപ്പെട്ടത്. മനസ്സിലായ രാമേൻ പറഞ്ഞേ. നമ്പർ 3, മൂന്നാമത്തെ വയ്ക്ക്. സ്തോത്രം. അതെ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് 12-ന്റെ-29-ാം വാക്യം വായിക്കുമ്പോൾ, അർദ്ധരാത്രി, രണ്ടാം യാമത്തിൻ്റെ മൂർധന്യ സമയമാകുമ്പോൾ അർദ്ധരാത്രിയിലോ സിംഹാസനത്തിന് ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിൻ്റെ ആദ്യജാതൻ വരെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലികളെയും എല്ലാം യഹോവ സംഹരിച്ചു. രണ്ടാമത്തെ യാമത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡാണ്, അവസാന സമയത്ത് അർദ്ധരാത്രിയിലാണ് കടിഞ്ഞൂൽ സംഹാരം ദൈവകൃപയാൽ നടന്നത്. കടിഞ്ഞൂൽ സംഹാരം നടന്നത് അർദ്ധരാത്രിയിൽ. സമയത്തിൽ പോയി, ഞാൻ നിർത്തി. അർദ്ധരാത്രിയിൽ വന്നപ്പോഴേക്കും, അർദ്ധരാത്രി ഇങ്ങനെ ആയപ്പോഴേക്കും പൗലോസും ശീലാസും പരസ്പരം ഒന്ന് നോക്കി ഇങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ലല്ലോ. അർദ്ധരാത്രി രണ്ടാം യാമത്തിൻ്റെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ മുന്നോട്ട് വന്ന് ഏകദേശം 12 മണിയോളം അടുത്തപ്പോഴേക്കും അവർ പറഞ്ഞു, പാ നമുക്കൊരു പാട്ട് പാടാം. ആരാ? പൗലോസും ശീലാസും പറഞ്ഞു, വാ നമുക്ക് എന്ത് ചെയ്യാം, പറ, ഒരു പാട്ട് പാടാം. അപ്പോസ്തലപ്രവൃത്തി 16:24. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചിട്ടിരുന്നു. അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അർദ്ധരാത്രിയിലാണ് ആ ബ്രേക്ക് ത്രൂ വെളിപ്പെട്ടത്. അർദ്ധരാത്രിയിലാണ് ആ ദൈവത്തിൻ്റെ കൃപയാൽ ആ വിടുതൽ ദൈവകൃപയാൽ സംഭവിച്ചത്. സ്തോത്രം. അർദ്ധരാത്രിയിലാണ്, സ്തോത്രം, ആ വിടുതൽ അത്ഭുതകരമായ ദൈവകൃപയാൽ സംഭവിച്ചത്. സ്തോത്രം. അത് രണ്ടാം യാമത്തിൻ്റെ മധ്യ സമയത്താണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, സ്തോത്രം, എന്ന് വെളിപ്പെടുന്നത് അത് അർദ്ധരാത്രിയിലാണ്. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റിൽ ഞാൻ പറഞ്ഞ് അടുത്ത യാമം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രണ്ടാമത്തെ യാമത്തിലാണ് യേശു കർത്താവ് പിടിക്കപ്പെട്ടത്. യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് 9 മണി മുതൽ 12 മണി വരെയുള്ളതായ രണ്ടാം യാമത്തിലാണ്. എന്നാൽ സ്തോത്രം, അത് യേശുവിനെ അറസ്റ്റ് ചെയ്തത് രണ്ടാം യാമത്തിലാണെങ്കിൽ പാപം, തിന്മ, ദോഷപ്രവൃത്തി മിക്കവാറും മനുഷ്യനെ പിടിക്കുന്നത് രാത്രി 9 മുതൽ 12 വരെയുള്ള വല്ലാത്ത സമയത്താണ്. സോ ആ സമയത്ത് ദുഷ്ടൻ നിന്നെ പിടിക്കല് പകരം അവൻ്റെ പിടിയിൽ നിന്ന് അകലാൻ അപ്പോൾ ആരാധിക്കണം, അപ്പോൾ പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. പൗലോസും ശീലാസും ആരാധിച്ചു. സ്തോത്രം. യാമത്തിൻ്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു, മാത്രമല്ല ദൈവവചനം ധ്യാനിക്കുന്നു. മനസ്സിലായി രാമേൻ പറഞ്ഞാട്ടെ. കാരണം രാത്രിയിൽ നടക്കേണ്ട രാത്രിയിൽ സംഭവിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ആരാധന. പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു അഥവാ ആരാധിച്ചു. കേട്ടവരെല്ലാം രാമേൻ പറഞ്ഞു. ഒന്ന്, ആ സമയത്ത് പിടികൊടുക്കല്ലേ. രണ്ടുപേരെ തൊട്ട് പറ, ഒരു കാരണവശാലും പിടികൊടുക്കല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, ഒരു കാരണവശാലും പിടികൊടുക്കല്ലേ. യേശുവിനെ പോലും പിടിക്കാൻ വേണ്ടി വന്ന രണ്ടാമത്തെ യാമത്തിലാണ്. അതുകൊണ്ട് സ്തോത്രം, പിടികൊടുക്കല്ല, ആരാധിച്ചോളണം. നമ്പർ 2, രണ്ടാമത് പ്രാർത്ഥിച്ചോളാം. യാമാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നവനെ പിശാച് പിടിക്കാൻ പറ്റത്തില്ല. പകരം പ്രാർത്ഥിക്കുന്നവൻ മറ്റവനെ കെട്ടുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിന് മഴിയപ്പെട്ടിരിക്കും. സോ ബൈൻഡിങ് ആൻഡ് ലൂസിങ് നടക്കുന്നത്, ബൈൻഡിങ് ആൻഡ് ലൂസിങ് പ്രാർത്ഥനയല്ല നടക്കുന്നത്. നമ്പർ 3, മൂന്നാമത് ദൈവവചനം ധ്യാനിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. അതുപോലെ സങ്കീർത്തനം 1:2, സങ്കീർത്തനം 1:2. സ്തോത്രം. അവിടെ തിരുവചനം പറയുന്നു, നീ രാവും പകലും ദൈവത്തിൻ്റെ വചനം നീ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൃതാർത്ഥനാകും എന്ന് പറഞ്ഞാൽ നീ സക്സസ് ആകും. നീ എവിടെ പോയാലും നീ സക്സസ് ആണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ആരാണ്? സക്സസ് ആണ്. എവിടെ നിന്നാലും സക്സസ് ആണ്. പൂച്ചയെടുത്ത് മുകളിലേക്ക് വിട്ടാൽ 4 കാലിൽ വന്ന് ലാൻഡ് ചെയ്യും. പൂച്ചയുടെ പ്രത്യേകത അതാണ്. നീ പൂച്ചയല്ല, നീ യഹൂദഗോത്രത്തിൽ സിംഹത്തിൻ്റെ അതേ സ്തോത്രം അനന്തര അവകാശി ആയതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നീ ഏത് ഓഫീസിൽ പോയാലും എവിടെ ചെന്നാലും നീ സക്സസ് ആണ്. ആ സക്സസ് ആകാൻ രാത്രിയിൽ ബൈബിള് അലമാരയ്ക്കകത്തല്ല ഇരിക്കേണ്ടത്. രാത്രിയിൽ സ്തോത്രം ദൈവവചനം ധ്യാനിക്കുന്നു. അർദ്ധരാത്രിക്ക് മുമ്പായി ആ സമയത്താണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. ആ സമയത്ത് അവസാനത്തെ ചിന്ത വചനത്തിൻ്റെ ചിന്തയാണ്. ഓ ഹല്ലേലൂയ. അവസാനത്തെ ചിന്ത വചനത്തിൻ്റെ ചിന്തയാണ്. സ്തോത്രം. ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൻ്റെ ചിന്ത ദൈവവചനത്തിൻ്റെ ചിന്തയാണെങ്കിൽ പിറ്റേ ദിവസം ആദ്യത്തെ ചിന്തയും വചനത്തിൻ്റെ ചിന്തയായിരിക്കും. ഹല്ലേലൂയ.
സോ അവസാനത്തെ ചിന്ത വല്ലവരെയും ചിന്തിച്ചല്ല കിടക്കേണ്ടത്, പാപചിന്തയിൽ, ഈവിൾ ഇമാജിനേഷനിലല്ല. പകരം സ്തോത്രം അവസാനത്തെ ചിന്ത വചനത്തിൻ്റെ ചിന്തയാണെങ്കിൽ ആദ്യത്തെ ചിന്തയും വചനത്തിൻ്റെ ചിന്ത ആയിരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് സ്തോത്രം. നമ്പർ 3, മൂന്നാമത് സ്തോത്രം, മൂന്നാമത്തെ യാമം. നോക്കിയേ, ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. ബാക്കി എനിക്ക് നിങ്ങൾ തരുന്ന 5 മിനിറ്റ് സ്തോത്രം ബോണസാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് എഴുതാം. 12 മണി മുതൽ അതിരാവിലെ 3 മണി വരെയുള്ള സമയം. സ്തോത്രം കോക്രോ വാച്ച് എന്ന് പറഞ്ഞാൽ സ്തോത്രം കോഴി കൂകുന്ന യാമം എന്നാണ് അതിൻ്റെ പേര്. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ഞാൻ പറഞ്ഞതല്ല, യഹൂദന്മാർ പറയുന്ന സമയമാണ് കോഴി കൂകുന്ന യാമം. യേശു കർത്താവും പറഞ്ഞു കോഴി കൂകുന്ന യാമം. കോഴി 2 പ്രാവശ്യം കൂകും, നീ 3 പ്രാവശ്യം കൂകുമെന്നോ? കർത്താവേ, ആ പത്രോസിനെ കാണുമല്ലോ. കർത്താവേ, ആരാണ്ട് പറഞ്ഞു 3 പ്രാവശ്യം പത്രോസ് കൂകുന്നു. കോഴി 2 പ്രാവശ്യം കൂകും, നീ 3 പ്രാവശ്യം തള്ളി പറയും. 3 പ്രാവശ്യം തള്ളി പറയും. സ്തോത്രം. കോഴി കൂകുന്ന യാമം രാത്രി 12 മണി മുതൽ സ്തോത്രം അതിരാവിലെ 3 മണി വരെയുള്ള സമയം. ലൂക്കോസ് 22-ാം അധ്യായം 61-ാം വാക്യം. ലൂക്കോസ് 22:61 വാക്യം. ലൂക്കോസ് 22:61. നോക്കിയാൽ ശബ്ദം ഉയർത്തി വായിച്ചേ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. സ്തോത്രം. സോ യേശുവിൻ്റെ നോട്ടം, യേശുവിൻ്റെ നോട്ടം. ഈ പത്രോസ് എന്ന് പറഞ്ഞ പുള്ളി ആരെന്ന് അറിയോ? പത്രോസ് ഫിഷിംഗ് ബോട്ടുണ്ടായിരുന്ന ആളല്ല, മീൻ പിടിക്കുന്ന ഒരു ബോട്ടുണ്ടായിരുന്നവനല്ല, പകരം ഫിഷിംഗ് ബോട്ടിൻ്റെ കമ്പനി ഉണ്ടായിരുന്ന ആളാണ്. ഫിഷിംഗ് ബോട്ട് കമ്പനി. കാരണം പത്രോസ് എപ്പോഴാണോ ഗലീല കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്, കൂടെയുള്ള പടകുകൾ എന്ന് വായിച്ചിട്ടുള്ളവർ കാര്യങ്ങളെ ഉയർത്തിയാട്ട്. പത്രോസിൻ്റെ കമ്പനി ഉള്ളത് കൊണ്ടാണ് കൂടെയുള്ള പല പടകുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഓരോ പടകിലും പലതരത്തിലുള്ള വലകൾ കാണും. ഒരു വലയ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പത്രോസിന് പടകുണ്ടായിരുന്നു. പത്രോസിന് ചൂണ്ടലിടാൻ കർത്താവ് ചൂണ്ടലും കൊടുത്തു. പക്ഷെ പത്രോസിൻ്റെ വലയേക്കാൾ, പത്രോസിൻ്റെ ചൂണ്ടലിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ പടകിനേക്കാൾ, പത്രോസിൻ്റെ ചൂണ്ടലിനേക്കാൾ ശക്തിയുള്ള കാര്യമായിരുന്നു. അതെന്താണെന്നറിയാം? യേശുവിൻ്റെ നോട്ടം. മനസ്സിലായോ? കാരണം തള്ളിപ്പറഞ്ഞ് ചാടിപ്പോകാൻ ഒരുങ്ങിയിരുന്ന നിത്യത വരെ പോയി. അത് വേറെ പ്രസംഗം, പക്ഷേ എങ്കിലും പറയാം, നിത്യത വരെ. കാരണം ഏറ്റുപറയുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, തള്ളിപ്പറയുമ്പോൾ നഷ്ടപ്പെടുന്നു. ഏറ്റുപറയുമ്പോൾ വിശ്വാസം, നമ്മളെല്ലാം ഏറ്റുപറഞ്ഞാണ് വിശ്വാസത്തിൽ വന്നത്. പക്ഷെ തള്ളിപ്പറയുമ്പോൾ ആ രക്ഷ പോകുന്നു, ആ വിശ്വാസം ക്യാൻസൽ ചെയ്യപ്പെടുന്നു. സ്തോത്രം. അതേ പത്രോസിൻ്റെ നിത്യത വരെ പോയി. അപ്പോൾ ചാടിപ്പോകാൻ അതേ പിശാച് വേദി ഒരുക്കി. കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എവൻ്റെ പരിപാടി മുഴുവൻ പോയെന്ന് പറഞ്ഞ് ഇവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഘട്ടത്തിൽ ആ വലയേക്കാൾ, ആ ചൂണ്ടനേക്കാളും ശക്തിയുള്ള കർത്താവിൻ്റെ ഒരു നോട്ട്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസിനെ ഒരിക്കലേ നോക്കിയുള്ളൂ, നമ്മളെയൊക്കെ പല പ്രാവശ്യം കർത്താവ് നോക്കി. അതുകൊണ്ട് ഒരിക്കലും പറയല്ല നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ എന്തോ കാര്യം കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അവൻ്റെ ശുദ്ധ കൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാൽ നാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. സോ രാത്രി 12 മുതൽ അതിരാവിലെ 3 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് ഒരു ഭയങ്കര സമയമാണ്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്ന ടൈമാണത്. ഏറ്റവും കൂടുതൽ അനർത്ഥങ്ങൾ നടക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ പൊല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അത്. സ്തോത്രം. പക്ഷേ ആ സമയം നമ്മൾ എന്താക്കി തീർക്കണം? ആ യാമങ്ങൾ പത്രോസ് സ്തോത്രം പുറത്തു പോയി പൊട്ടിക്കരഞ്ഞതുപോലെ, ഇറ്റ്സ് സപ്പോസ് ടു ബി ദ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. അതൊരു സ്തോത്രം മാനസാന്തരത്തിൻ്റെ സമയമാകണം. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ സ്തോത്രം 12 മണി മുതൽ 3 മണി വരെ ഉണരുമ്പോൾ പെട്ടെന്ന് ഓർക്കണം, ഈ ശബ്ദം, ഈ പോയിന്റ് പെട്ടെന്ന് ഓർക്കണം. അതൊരു മാനസാന്തരത്തിൻ്റെ സമയമായിരിക്കും. ഹല്ലേലൂയ. അതൊരു മാനസാന്തരത്തിൻ്റെ സമയമാണ്. അർദ്ധരാത്രി കഴിഞ്ഞതായ സമയം അതൊരു മാനസാന്തരത്തിൻ്റെ സമയമാണ്. സ്തോത്രം. 119-ാം സങ്കീർത്തനം 42-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 119-ാം സങ്കീർത്തനം 42-ാം വാക്യം. 112-ാം സങ്കീർത്തനം അതിൻ്റെ 42-ാം വാക്യം. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്
ഐ എം സോറി, നോ, ആ വാക്യമല്ല. 142 സങ്കീർത്തനം, 119 സങ്കീർത്തനം, സംവേർ അർദ്ധരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്യമുണ്ട്. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് കാണാൻ തക്കോണം കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ അതിൻ്റെ താഴെയോ ഒക്കെ ആയിരിക്കും. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വെച്ച റെഫർ ചെയ്ത്. 62 62 നോ, 62 റിയലി? 62 എന്തോ മോനെ, 62 62 62 62 100. നിന്റെ ന്യായവിധികൾക്ക് ദിവസം ഞാൻ അർത്ഥം എക്സാക്ട്ലി ഇതെങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക്? സ്തോത്രം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വന്നിട്ടുണ്ട് ഇന്ന് ബൈബിൾ സ്റ്റഡിക്ക്. നോക്ക്, 119 സങ്കീർത്തനം 62 വാക്യം. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്ക്. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്ക്. അപ്പോൾ അർദ്ധരാത്രി സ്തോത്രത്തിൻ്റെ ശബ്ദമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അർദ്ധരാത്രി വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ അർദ്ധരാത്രിയിലാണ് സ്തോത്രം, അർദ്ധരാത്രിയിലാണ് മിസ്രൈമിൽ ദൂതൻ ഇറങ്ങി സ്തോത്രം സംഹാരം നടത്തി ഇസ്രായേൽ ജനം വിടുതൽ പ്രാപിച്ച് അവർ പുറപ്പെടുന്നത്. അല്ലേ? ആണോ? പുറപ്പാട് പുസ്തകം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 12 മുതൽ താഴോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 430 സംവത്സരത്തിൻ്റെ അടിമത്തം അവസാനിച്ച സമയം അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിപ്പൻറ്റൻസിൻ്റെ ടൈം എന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, മാനസാന്തരത്തിൻ്റെ സമയമാണെങ്കിൽ അതൊരു വിടുതലിൻ്റെ സമയമാക്കി എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ സമയം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ സമയമാണ്? വിടുതലിൻ്റെ സമയം. അതാ ലോകം പറയും അത് അനർത്ഥത്തിൻ്റെ സമയം, ലോകം പറയും അത് അപകടങ്ങളുടെ സമയം. പക്ഷെ നിങ്ങൾ പറയണം, സ്തോത്രം, ഞാൻ പറയണം, ഇല്ല, അത് വിടുതലിൻ്റെ സമയമാണ്, അത് മാനസാന്തരത്തിൻ്റെ സമയമാണ്, അത് എനിക്ക് വിടുതലിൻ്റെ സമയമാണ്, അത് മാനസാന്തരത്തിൻ്റെ സമയമാണ്, എനിക്കത് വിടുതലിൻ്റെ സമയമാണ്. ഒരു വാക്യം, ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. മാത്രമല്ല, എൻ്റെ ജയിലുകൾ പൊളിയുന്ന സമയമാണത്. ജയിലുകൾ പൊളിയുന്ന സമയമാണ് ഈ അർദ്ധരാത്രി 12 മുതൽ സ്തോത്രം, അർദ്ധരാത്രി 12 മുതൽ പുലർകാലം 3 മണി വരെയുള്ള ഒരു സമയം. എങ്ങനെ പറയാൻ കഴിയും ജയിൽ പൊളിക്കുന്ന സമയമെന്ന്? സ്തോത്രം. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 3 വാക്യം വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 3 വാക്യം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, സ്തോത്രം, ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. ശിംശോനെ ഇതാ ജയിലിൽ പൂട്ടിയിട്ടേക്കുക. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിൽക്കൻ്റെ കതകം കട്ടലക്കാൽ 2 ഓടാമ്പലോടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ടു പോയി ഹെബ്രോൻ അരികെയുള്ള മലമുകളിൽ കൊണ്ടുപോയി വെച്ചു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ജയിലിൽ കിടന്നിറങ്ങിയവൻ ചാടി എഴുന്നേറ്റ്, സ്തോത്രം, അർദ്ധരാത്രി, ശത്രുവിനെല്ലാം അന്ധതയായിരിക്കാം, അവർക്കെല്ലാം ദൈവം ഭയങ്കരമായ ഉറക്കം കൊടുത്തുകാണ്. അവൻ നേരെ പോയി സിറ്റി ഗേറ്റിനെ പറിച്ചെടുത്തു. സിറ്റി ഗേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ശിംശോനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. വായ്, കാരണം സിറ്റി ഗേറ്റിലാണ് സിറ്റി കൗൺസിൽ കൂടുന്നത്. പട്ടണത്തിൻ്റെ വാതിക്കലാണ് പട്ടണത്തിൻ്റെ മൂപ്പന്മാർ വന്ന് അവനെ ശിംശോനെ പിറ്റേ ദിവസം കൊല്ലുന്നത്. സ്തോത്രം. പിറ്റേ ദിവസം ശിംശോനെ കൊല്ലാൻ വേണ്ടി ജഡ്ജസ് ഇരിക്കേണ്ടത് പട്ടണത്തിൻ്റെ വാതിക്കലാണ്. അപ്പോൾ സ്തോത്രം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പട്ടണത്തിൻ്റെ വാതിൽ പറിച്ചെടുത്തും കൊണ്ട് അവൻ പോയെന്ന് പറഞ്ഞാൽ, പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ അവന്മാർ വന്നിരിക്കേണ്ട ആ സിറ്റി കൗൺസിലേഴ്സ് വന്നിരിക്കേണ്ടതായ ആ കൗൺസിലില്ല. അഭിഷിക്തൻ അതിനെ പൊളിച്ചടുക്കി. അഭിഷിക്തൻ ആ സിറ്റി കൗൺസിലിനെ പിരിച്ചുവിട്ടു, ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ശത്രുവിൻ്റെ പദ്ധതി അവൻ ക്യാൻസൽ ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ അർദ്ധരാത്രി എനിക്ക് അനർത്ഥത്തിൻ്റെ സമയമല്ല, എനിക്ക് നിലവിളിയുടെ സമയമല്ല, എനിക്കെൻ്റെ പുറപ്പാടിൻ്റെ സമയമാണ്, എനിക്കെൻ്റെ മാനസാന്തരത്തിൻ്റെ സമയമാണ്, എനിക്ക് പുറപ്പാടിൻ്റെ സമയമാണ്. ശത്രുവിൻ്റെ പദ്ധതിയെ മുഴുവൻ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന യാമമാണ് അർദ്ധരാത്രി 12 മണിക്ക് അതേ പുലർകാലം 3 മണി വരെയുള്ള ഒരു സമയം. സോ ഇങ്ങനെ ദൈവകൃപയാൽ ഈ ദിവസങ്ങളെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.